അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി പ്രിയപ്പെട്ട വിശുദ്ധ അൽഫോൻസാമേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇടത്തും വലത്തും നിൽക്കുന്നവർക്ക് പുഞ്ചിരിയോടെ സ്തുതി കൊടുത്തുകൊണ്ട് ഇരിക്കാം. താങ്ക് യു കോയർ, താങ്ക് യു ബ്രദർ. ഇരിക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. യേശുവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഇംഗ്ലണ്ടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഈ ബഥേൽ ഓഡിറ്റോറിയത്തിലേക്ക് വലിയ ദാഹത്തോടെ കടന്നു വരുന്ന നിങ്ങളെ കർത്താവ് വെറും കൈയോടെ പറഞ്ഞു വിടുകയില്ല എന്ന് ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് ശുശ്രൂഷയുടെ സമയത്ത് എൻ്റെ ഉള്ളിൽ വലിയൊരു ബോധ്യം ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മധ്യത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. താങ്ക് യു ബ്രദർ. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ വചനത്തിനായിട്ട് നിങ്ങൾ ഒത്തിരി എഴുതേണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. കാരണം നിങ്ങൾക്ക് യൂട്യൂബിൽ ഇത് കേൾക്കാം പിന്നീട്. അപ്പോൾ നിങ്ങളിവിടെ എന്നെ ശ്രദ്ധിച്ചിരിക്കുക, ദയവായിട്ട് എന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾ ബൈബിൾ എടുക്കണ്ട, തുറക്കണ്ട, വായിക്കണ്ട. കാരണം ഇതെല്ലാം നിങ്ങൾക്ക് പിന്നീട് കേൾക്കാവുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. കർത്താവിൻ്റെ സ്പർശനം, ദൈവത്തിൻ്റെ വചനം ഡെലിവർ ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ഇവിടെ നിന്നും ആത്മാവിനാൽ പ്രഘോഷിക്കപ്പെടുന്ന സമയത്ത് ദൈവം തരുന്ന സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്സിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക. ഹല്ലേലൂയ. അച്ഛൻ ഇന്ന് വിശുദ്ധ ബലിയുടെ മധ്യത്തിൽ പറയുകയുണ്ടായി നിങ്ങളുടെ എക്സ്പ്രഷനെ കുറിച്ച്. ഞാൻ അങ്ങനൊരു എക്സ്പ്രഷൻ ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. കാരണം നിങ്ങളെല്ലാം ദൈവത്തെ നന്നായിട്ടിപ്പോൾ ആരാധിച്ചിട്ടാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാം മറന്ന് പാട്ടുകൾ പാടി നമ്മൾ കർത്താവിൻ്റെ അടുത്ത് എപ്പോഴും നിൽക്കേണ്ടത് നിങ്ങളുടെ വിവാഹ ദിവസം നിങ്ങൾ വരനെ എതിരേൽക്കാൻ പോയ ആ ചിരിയോടുകൂടെ ആയിരിക്കണം. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഓസ്ട്രേലിയയിൽ ഞാൻ വചനം പറയുമ്പോൾ വളരെ വില കൂടിയ സാരി ഉടുത്തുകൊണ്ട് ഒരു സഹോദരി ആ ശുശ്രൂഷ ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, സാധാരണ കല്യാണത്തിന് പോകാറുള്ളപ്പോഴാണ് സ്ത്രീകൾ ഇങ്ങനത്തെ സാരി ഉടുത്തുകൊണ്ട് വരുന്നത്. ധ്യാനങ്ങൾക്ക് ഞാൻ ഇങ്ങനെ സാരി ഉടുത്ത് കണ്ടിട്ടില്ല. മനസ്സിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ധ്യാനം മുന്നോട്ട് പോയി. ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ആ സഹോദരി എന്നെ കാണാൻ വന്നു. സഹോദരനോട് ചോദിച്ചു, ഡോക്ടർക്ക് സ്റ്റേജിൽ വെച്ച് എൻ്റെ സാരി കണ്ടപ്പം ഹൃദയത്തിൽ ചെറുതായിട്ടൊരു പല ചിന്തകൾ ഉണ്ടായി അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെങ്ങനെ മനസ്സിലായി? അത് എന്നെ കാണുന്ന എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, എനിക്കുണ്ടായി, പക്ഷെ ഞാനത് അപ്പം തന്നെ വിട്ടു. എന്നിട്ട് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഭർത്താവും കൂടെ നിൽപ്പുണ്ട്, ഞാൻ എൻ്റെ ഏറ്റവും നല്ല സാരി ഉടുക്കുന്നത് പള്ളിയിൽ പോകുമ്പോഴാണ്. ഞാൻ എൻ്റെ ഏറ്റവും നല്ല സാരി ഉടുക്കുന്നത് ധ്യാനങ്ങൾക്ക് വരുമ്പോഴാണ്. ഞാൻ ചോദിച്ചു, അതെന്താ കാര്യം? കർത്താവായ യേശു എൻ്റെ മണവാളനാണ്, എൻ്റെ എല്ലാമാണ്, എൻ്റെ ബോയ് ഫ്രണ്ടാണ്. ഉപയോഗിച്ച വാക്കിതാണ്, എൻ്റെ മണവാളനാണ്. അതുകൊണ്ട് ഭൂമിയിലെ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ വില കുറഞ്ഞ സാരിയാണ് ധരിക്കുന്നത്. പക്ഷെ ഞാൻ പള്ളിയിൽ പോകുമ്പോഴാണ്, എൻ്റെ മണവാളൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ ഏറ്റവും നല്ല സാരി ഉടുത്താണ് എൻ്റെ മണവാളനെ കാണാൻ ഞാൻ പോകുന്നത്. അത് ഞാൻ ആളുകളെ കാണിക്കാനല്ല പോകുന്നത് ഡോക്ടർ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു വചനപ്രഘോഷകനായ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച, പിന്നീട് വീട്ടിൽ പോയിക്കഴിഞ്ഞും ഇപ്പോൾ പോലും വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞു, എന്നിട്ട് പോലും ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇത് പറയുന്നതിൻ്റെ കാരണം എന്നെ ഒരുപാട് പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണിത്. ഞാൻ പറയാണ്, നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ ഇവിടെയായാലും പള്ളിയിലായാലും ഇരിക്കുന്നത് നിങ്ങളുടെ വിവാഹ ദിവസം, കല്യാണം കഴിച്ചവർക്കറിയാം നിങ്ങൾ എത്ര പ്രതീക്ഷയോടെയാണ് ദേവാലയത്തിലേക്ക് പോയത്. ഒരു പുഞ്ചിരി നിങ്ങളുടെ മുഖത്തുണ്ടായിരുന്നു. ക്യാമറാമാൻ നിങ്ങളോട് ചിരിക്കാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ചിരിച്ചാണ് നിന്നത്. കാരണം നിങ്ങൾ മണവാളനെ കണ്ടുമുട്ടിയ ദിവസമാണ് സഹോദരിമാരെ. ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്നത് മണവാളനെയാണ്. വചനത്തിലൂടെ ആയാലും പരിശുദ്ധാത്മാവിലൂടെ ആയാലും വിശുദ്ധ കുർബാനയിലൂടെ ആയാലും the bridegroom, the Lord Jesus Christ is coming into your life again and again with a powerful anointing and deliverance. അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരികയാണ്. മണവാളനായി അവിടുന്ന് വരികയാണ്. സ്നേഹമുള്ള മണവാളൻ,
മണവാട്ടി കരയുന്നത് കണ്ടാൽ സഹിക്കുകയില്ല. സ്നേഹമുള്ള ഒരു മണവാളൻ മണവാട്ടി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടാൽ ചോദിക്കും, നിനക്ക് എന്നാ പറ്റി എന്ന് ചോദിക്കും. മുഖം കുനിഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കും. ഞാൻ ഓർക്കുകയാണ്, ആലുവായിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. സ്കൂട്ടറിൽ പോകുകയാണ് ഒരു ഭാര്യയും ഭർത്താവും. മുൻപിൽ ഒരു ലോറി പോവുകയാണ്. അതിൽ നിന്നും കമ്പി നീണ്ടു നിൽക്കുകയാണ്. കമ്പി കൊണ്ടുപോകുന്ന ചെറിയ പൊക്കം കുറഞ്ഞ മിനി ലോറിയാണ്. ആ മുൻപിലത്തെ ലോറി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. സ്കൂട്ടറുകാരൻ പിടിച്ചിട്ട് ബ്രേക്ക് ചവിട്ടിട്ട് കിട്ടിയില്ല. ആ കമ്പി വന്ന് സ്കൂട്ടറുകാരൻ്റെ നെഞ്ചിലോട്ട് കയറി. അയാൾ മറിഞ്ഞു വീണു. ഭാര്യയും മറിഞ്ഞു വീണു. ഹൃദയത്തിലേക്കാണ് കമ്പി കയറിയത്. അയാൾ രക്തം ധാരധാരയായി ഒഴുകുമ്പോഴും അയാൾ പുറകോട്ട് തിരിഞ്ഞിട്ട് ഭാര്യയോട് ചോദിച്ചു, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, അച്ചായ എനിക്കൊന്നും പറ്റിയില്ല. ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. അദ്ദേഹം അവസാനം ചോദിച്ച വാക്കതാണ്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഒരു മണവാളൻ്റെ സ്നേഹമാണ്. ഈ ഭൂമിയിലെ മണവാളനല്ല പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തു. കുരിശിൽ അവസാനത്തെ തുള്ളി, നിങ്ങൾ സയൻസ് പഠിച്ചവരാണ്, ബയോളജി പഠിച്ചവരാണ്, അനാറ്റമി പഠിച്ചവരാണ്. ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന അവസാനത്തെ തുള്ളി ചോരയും മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി തന്നിട്ട് പോയ ഒരു മണവാളനെ എതിരേൽക്കാനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. സോ എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം എ ഗ്രേറ്റ് ഗോഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മണവാളന്റെ അടുക്കൽ ഒരു എക്സ്പെക്ടേഷനുള്ള ഹൃദയത്തോടുകൂടി, അല്പം പോലും അലസതയില്ലാതെ ജ്വലിക്കുന്ന ഹൃദയത്തോടുകൂടി, തീപിടിക്കുന്ന ഹൃദയത്തോടുകൂടി, ഏറ്റവും ഉണർവോടുകൂടി ആയിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഹല്ലേലൂയ. കാരണം നമ്മൾ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിലാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിത് യൂട്യൂബിൽ കേൾക്കാമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹൃദയം തരിക. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാഹും പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വചനം. മേഘങ്ങൾ അവിടത്തെ പാദങ്ങളിലെ പൊടിയാണ്. നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന, വായിക്കുമ്പോൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന അതിമനോഹരമായ ഒരു വചനമാണിത്. മേഘങ്ങൾ അവിടത്തെ പാദങ്ങളിലെ പൊടിയാണ്. കർത്താവിൻ്റെ പാദത്തിലെ പൊടിയാണ് മേഘങ്ങൾ. മേഘം കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു പോകും. കാരണം അതിൻ്റെ വലിപ്പവും അതിൻ്റെ ഗ്ലോറിയും അത്രയ്ക്ക് വലുതാണ്. എങ്കിലും കർത്താവിൻ്റെ വചനം ഇവിടെ പറയുകയാണ്, ഈ മേഘമെന്ന് പറയുന്നത് കർത്താവിൻ്റെ പാദങ്ങളിലെ പൊടിയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ വചനത്തിൽ നിന്നും ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മിനിറ്റ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. ഒന്നാമത് ഞാൻ പങ്കുവയ്ക്കുന്നത്, കർത്താവിൻ്റെ വഴികൾ നിഗൂഢമാണ്. ദൈവത്തിൻ്റെ വഴികൾ നിഗൂഢമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിലല്ല പലപ്പോഴും ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ശ്രദ്ധിക്കണം, നമ്മൾ നമ്മുടെ ലോജിക്ക് വെച്ച് അനലൈസ് ചെയ്യാൻ പോയാൽ ദൈവം ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുകയില്ല. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, ലോജിക്ക് വെച്ച് നമ്മൾ ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാവുകയില്ല. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ ത്രിത്വം അഥവാ ട്രിനിറ്റിയെ നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾ ഒരു ഭ്രാന്താലയത്തിൽ ചെന്ന് അവസാനിക്കും. നിങ്ങൾ ട്രിനിറ്റിയെ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നരകത്തിൽ ചെന്ന് അവസാനിക്കും. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ വാക്കുകളാണ്. നിങ്ങൾ ട്രിനിറ്റിയെ, അതായത് ത്രിത്വത്തെ നിങ്ങൾ ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്താൽ നിങ്ങൾ ഭ്രാന്താലയത്തിൽ ചെന്ന് അവസാനിക്കും. നിങ്ങൾ ട്രിനിറ്റിയെ വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ നരകത്ത് ചെന്ന് അവസാനിക്കും. ഹല്ലേലൂയ. വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ട്രിനിറ്റി അഥവാ ദൈവം, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ദി ആക്ട്സ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രവർത്തനം, ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്, ഇതിനെ നമുക്ക് ബുദ്ധി കൊണ്ട് അളക്കുവാൻ സാധ്യമല്ല. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനം യേശയ്യ 55:8, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയും അല്ല. ആകാശം ഭൂമിയിൽ നിന്ന് എത്രമാത്രം ഉയർന്നു നിൽക്കുന്നു, അത്രമാത്രം എൻ്റെ വഴികളും നിങ്ങളുടെ ചിന്തകളും തമ്മിൽ വ്യത്യാസമുണ്ട്. എൻ്റെ ചിന്തകൾ ഉന്നതമാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങൾ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതായിരിക്കാം, എനിക്കറിയില്ല. നിങ്ങൾ വിചാരിക്കുന്നു ദൈവം എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇടപെടാത്തത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയുന്നു. ഇന്ന് രാവിലെ അച്ഛൻ കുർബാനയെ പറഞ്ഞു 25 വർഷമായി അച്ഛനായിട്ട്. ഞാൻ പറയുന്നു, ഞാൻ 25 വർഷമായി ദൈവവചനം പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ.
ഞാൻ ഈ 25 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ അകത്ത് ഞാൻ പറയട്ടെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു വിധത്തിലും നമുക്ക് ബുദ്ധി കൊണ്ട് അളക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അവിടുന്ന് സർപ്രൈസുകളുടെ ദൈവമാണ്. ഇരുന്നിരിപ്പിന് പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ദൈവമാണ്. നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉത്തരം തരുന്ന ദൈവമാണ്. നാം തീരെ വിചാരിക്കുന്ന സമയത്ത് ഡോറുകൾ ഓപ്പൺ ചെയ്യുന്ന ദൈവമാണ്. നാം വിചാരിച്ചിരിക്കാത്ത സമയത്ത് ഡിവൈൻ കണക്ഷൻസുകൾ തരുന്ന ദൈവമാണ്. നാം ഒട്ടും കരുതലോടെ അല്ലാതെ നടക്കുമ്പോൾ നമ്മളെ സഹായിക്കുവാനായി ചില വ്യക്തികളെ ദൈവം കൂട്ടിമുട്ടിച്ച് തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ ബുദ്ധി കൊണ്ട് അളക്കരുത്. അവിടെ നിന്ന് നിഗൂഢതകളുടെ ദൈവമാണ്. ജോബിന്റെ പുസ്തകം 11-ാം അധ്യായം 7-ാം തിരുവചനം, സർവശക്തന്റെ ദുരൂഹ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നിനക്ക് കഴിയുമോ? ദൈവം ചോദിക്കുകയാണ്, ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് കഴിയുമോ? ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങൾക്കെല്ലാം അറിയാം, പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തെ ദൈവം മോചിപ്പിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, പകരം അത് കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. വചനം ഞാൻ വായിക്കാം. പുറപ്പാട് 13:17. ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴിയായിരുന്നു എളുപ്പമുള്ളതെങ്കിലും അതിലെ അല്ല ദൈവം അവരെ നയിച്ചത്. കേട്ടോ, ഞാൻ വായിച്ചത് കേട്ടോ. ഫിലിസ്ത്യരുടെ ദേശത്തു കൂടെയുള്ള വഴിയാണ് എളുപ്പമുള്ള വഴിയെങ്കിലും ദൈവം അവരെ നയിച്ചത് അതിലൂടെ അല്ല. പുറപ്പാട് 13:17. ഒന്നുകൂടെ വായിക്കാം. ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോകുകയാണ് കേട്ടോ. നിങ്ങൾ അവിടെ കാണിക്കുന്ന പോലെയല്ല. നിങ്ങളുടെ ലൈഫിൽ ദൈവം നിങ്ങളെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ നിങ്ങളുടെ മുൻപോട്ടുള്ള വഴിയെ എളുപ്പമുള്ള വഴിയിലൂടെ അല്ല ദൈവം നിങ്ങളെ നയിച്ചത്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവം ഇസ്രായേലിനോട് എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇന്ന് ദൈവം നമ്മളോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് എളുപ്പമുള്ള വഴിയിലൂടെ ഞങ്ങളെ നയിക്കാത്തത്? ദൈവം പറയുന്നു, ശ്രദ്ധിച്ചു ബൈബിൾ വായിക്കുക. ഈ കാലഘട്ടം ബൈബിൾ പഠനത്തിൻ്റെയും തിയോളജി പഠനത്തിൻ്റെയും ഒക്കെ കാലഘട്ടമാണ്. സോ റീഡ് യുവർ ബൈബിൾ കെയർഫുള്ളി. നിങ്ങളുടെ വചനം ശ്രദ്ധിച്ചു വായിക്കുക. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം, ദൈവം ഇസ്രായേൽ ജനത്തെ എളുപ്പമുള്ള വഴിയിലൂടെ അല്ല നയിച്ചത്. ദൈവത്തിൻ്റെ വഴികൾ നിഗൂഢമാണ്. ഇനി എന്നെ ശ്രദ്ധിക്കണം. പുറപ്പാട് 13:18. ദൈവം ജനത്തെ മരുഭൂമിയിലൂടെയുള്ള വഴിയിലേക്ക് തിരിച്ചുവിട്ട് ചെങ്കടലിന് നേരെ ദൈവം അവരെ തിരിച്ചുവിട്ടു. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ദൈവം അവരെ എളുപ്പമുള്ള വഴി കൂടെ നടത്താതെ ബുദ്ധിമുട്ടുള്ള വഴി കൂടെ നടത്തി. ഇനി ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയാൻ പോവാണ്. ഇങ്ങോട്ട് നോക്കി, എൻ്റെ ഭാവനയാണ്. നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുകയല്ല, ഭാവന കേട്ടോ. എന്നെ നോക്കിയാലേ പറ്റത്തുള്ളൂ. സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുകയല്ല, എൻ്റെ ഭാവനയാണ്. ഈ വാർത്ത ഫറവോയുടെ ഒരു വലിയ ചേർന്ന് നിൽക്കുന്ന ഒരു ഓഫീസർ ചെന്നിട്ട് പറയാണ്, ഫറവോ അങ്ങ് അറിഞ്ഞോ, അങ്ങ് വിട്ടയച്ച ജനങ്ങളില്ലേ, അവർ എളുപ്പമുള്ള വഴി കൂടെ പോകാതെ അവരിതാ ബുദ്ധിമുട്ടുള്ള വഴി കൂടെ ചെങ്കടലിന്റെ നേരെ പോവുകയാണ്. എല്ലാം കൂടെ മുങ്ങി ചാകാൻ പോവാണെന്നാ തോന്നുന്നത്. സങ്കടപ്പെട്ടിരുന്ന ഫറവോ പെട്ടെന്ന് സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അവന്മാരെല്ലാം പോയതിനു ശേഷം ഇവിടെ പശുവിനെ നോക്കാൻ ആളില്ല, തൊഴുത്ത് കഴുകാൻ ആളില്ല, പശുവിനെ കറക്കാൻ ആളില്ല, നമുക്ക് ഗോതമ്പ് കൊയ്തെടുക്കാൻ ആളില്ല, നമുക്ക് ഒന്നിനും ഇവിടെ ആളില്ല, വേലക്കാരാരുമില്ല. അവർ രക്ഷപ്പെട്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട് മോശ അല്പം മണ്ടനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തൊരു മണ്ടത്തരമാണ് മോശ കാണിച്ചത്, മോശയുടെ ദൈവം കാണിച്ചത്. ഇതാ ചെങ്കടലിന്റെ നേരെ നയിച്ചിരിക്കുന്നു. ഫറവോ പെട്ടെന്ന് സിംഹാസനത്തിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആരവിടെ, പട്ടാളക്കാരെല്ലാം റെഡിയാവുക എന്ന് പറഞ്ഞു. ലക്ഷക്കണക്കിന് വരുന്ന പട്ടാളക്കാർ റെഡിയായി. പട്ടാളക്കാരോട് പറഞ്ഞു, പിടിക്കുക, കീഴടങ്ങുന്നവന്മാരെ എല്ലാം തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും നമ്മുടെ തോട്ടങ്ങളിലും നമ്മുടെ പശുത്തൊഴുത്തിലും നമുക്ക് വേല ചെയ്യിക്കാം. കീഴടങ്ങാൻ തയ്യാറാകാത്തവരെ എല്ലാം കൊന്നുകളയുക. ആ ഒരു ഉത്തരവോടുകൂടി പട്ടാളക്കാർ ഇസ്രായേലിന്റെ പുറകെ പോവുകയാണ്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ വഴികൾ മിസ്റ്റീരിയസ് ആണ്, ദൈവത്തിൻ്റെ വഴികൾ നിഗൂഢമാണ്. ഹല്ലേലൂയ. ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വഴിയാണ് ദൈവത്തിൻ്റെത്. ദൈവം മാത്രം സ്വർഗത്തിരുന്നു കൊണ്ട് ചിരിക്കുകയാണ്. വരട്ടെ, അങ്ങനെ തന്നെ വരട്ടെ, ഞാൻ വിചാരിക്കുന്ന വഴിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വരട്ടെ, അങ്ങനെ തന്നെ വരട്ടെ. ലക്ഷക്കണക്കിന് വരുന്ന പട്ടാളക്കാർ ഇറങ്ങി പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം എന്ത് സംഭവിച്ചു. ദൈവം ചെങ്കടലിനെ രണ്ടായിട്ട് പിളർന്നു, ഇസ്രായേൽ ജനത്തെ മറുകര നടത്തി, ഈജിപ്തിൻ്റെ മുഴുവൻ പട്ടാളക്കാരെയും വെള്ളത്തിൽ മുക്കി കൊന്നു. പുറപ്പാട് 14:29.
അവരിൽ ആരും അവശേഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എൻ്റെ ജനമായ ഇസ്രായേലിന് പെർമനൻ്റ്ലി ഈ ഫറവോയുടെയും സൈന്യത്തിൻ്റെയും കയ്യിൽ നിന്നും എന്നേക്കുമായി ഒരു ഡെലിവറൻസ്, ഒരു വിടുതൽ വേണം. ഇനി ഒരിക്കലും അവർ ശല്യപ്പെടുത്താൻ പാടില്ല, ഒരിക്കലും. അതുകൊണ്ട് എന്നേക്കുമായിട്ട് അവരെ തീർക്കണം. അതിനൊരൊറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, ഇസ്രായേൽ ജനത്തെ ബുദ്ധിമുട്ടുള്ള വഴിയിലൂടെ നയിക്കുക. ഹല്ലേലൂയ. ഇതല്ലാതെ മറ്റൊരു മാർഗവും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇല്ലായിരുന്നു. ബൈബിളിൽ ഇനിയും ഞാൻ നിങ്ങളോട് ഉദാഹരണം പറയാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദാരിയൂസ് രാജാവ് ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിലിടുകയാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ദൈവമേ, ഈ രാജാവിനെ നേരത്തെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ പോരായിരുന്നു. ഹേറോദേസ് രാജാവിനെ അങ്ങ് തട്ടിക്കളഞ്ഞിട്ടുണ്ട്, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കൊന്നുകളയുന്നു. ഈ ദാരിയൂസിനെ കൊന്നുകളഞ്ഞെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടോ? പക്ഷെ ദൈവം അങ്ങനെയല്ല. സിംഹക്കുഴിയിൽ ദാനിയേൽ വീഴാൻ അനുവദിക്കുകയാണ് ദൈവം. സിംഹക്കുഴിയിൽ ദാനിയേൽ വീണേ പറ്റൂ. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. നമ്മളും ചിലപ്പോൾ സിംഹക്കുഴി വീണേ പറ്റൂ. നമ്മൾ ചോദിക്കും, കർത്താവേ, കോവിഡ് കാലത്ത് പോലും ഞാൻ ഓൺലൈനിൽ കൂടെ കുർബാന കണ്ട് അരൂപിയിലുള്ള വിശുദ്ധ കുർബാന സ്വീകരണം ഒക്കെ സ്വീകരിക്കുന്ന എനിക്കിട്ട് വേണോ കർത്താവേ ഈ പണി? എന്നെ ഈ സിംഹക്കുഴിയിലേക്കാണോ നീ ഇടുന്നത്? കർത്താവ് പറഞ്ഞു, അതെ. ദാനിയേലിന്റെ പുസ്തകം വീട്ടിൽ പോയി ശ്രദ്ധിച്ചു വായിക്കുക. ദാനിയേലിന്റെ പുസ്തകം വീട്ടിൽ പോയി ശ്രദ്ധിച്ചു വായിക്കുക. അതിൽ നിന്റെ കഥയാണ് മകനെ എഴുതിയിരിക്കുന്നത്. ബൈബിളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു? വലത് കരമൊന്ന് ഉയർത്തി പറഞ്ഞ്, ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു? നിങ്ങളുടെ സ്റ്റോറിയാണ് ബൈബിൾ. പുസ്തക ചുരുളുകളിൽ നിങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പുസ്തക ചുരുളുകളിൽ നിങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പുസ്തക ചുരുളുകളിൽ നിങ്ങളുടെ കുടുംബത്തെ പറ്റി എഴുതിയിരിക്കുന്നു. പുസ്തക ചുരുളുകളിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പുസ്തക ചുരുളുകളിൽ ദൈവത്തിൻ്റെ ഡെലിവറൻസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പുസ്തക ചുരുളുകളിൽ നിങ്ങളുടെ മുൻപോട്ടുള്ള വഴി ദൈവം നടത്തുന്നത് എങ്ങനെയെന്ന് എഴുതിയിരിക്കുന്നു. പുസ്തക ചുരുളുകളിൽ നിങ്ങളിപ്പോൾ പോകുന്ന സഹനത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്നു. പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ജോസഫിന്റെ സ്റ്റോറി വായിക്കുമ്പോൾ അത് എൻ്റെ സ്റ്റോറിയാണ്. ഡാനിയലിന്റെ കഥ വായിക്കുമ്പോൾ അത് എൻ്റെ ജീവിതമാണ്. സൂസന്നയുടെ കഥ, സഹോദരി, നിങ്ങളുടെ കഥയാണ്. നിങ്ങളുടെ തകർച്ച, നിങ്ങളുടെ വിടുതൽ. നിങ്ങളുടെ തകർച്ച, നിങ്ങളുടെ വിടുതൽ. നിങ്ങളുടെ തകർച്ച, നിങ്ങളുടെ രക്ഷ. പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഡാനിയേൽ സിംഹക്കുഴിയിൽ പോയി കേട്ടോ. എനിക്കുറപ്പാണ് ഡാനിയേൽ ഭയപ്പെട്ടു. നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ്. യേശു പോലും പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റണമേ. യേശുവിൻ്റെ മനുഷ്യത്വം പുറത്തു വരുന്ന നിമിഷങ്ങളാണ്. ഡാനിയേൽ തീർച്ചയായും വറച്ചു പോയിട്ടുണ്ട്. ജീവനോടെ സിംഹങ്ങൾ തിന്നുന്നതിനെ കുറിച്ച് എത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരു പുഞ്ചിരിയോടെ ചിന്തിക്കാൻ പറ്റുകയില്ല. ഡാനിയേൽ തീർച്ചയായിട്ടും വേദനയിലൂടെ കടന്നുപോയി, വിഷമത്തിലൂടെ കടന്നുപോയി. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി വലുതായിരുന്നു. ഡാനിയേൽ സിംഹക്കുഴിയുടെ അകത്ത് ചെന്ന് വീണ് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഡെലിവറൻസ് കടന്നു വരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ നാലാം യാമം എന്ന് ബൈബിളിൽ കാണാം. നാലാം ദിവസം എന്ന് ബൈബിളിൽ കാണാം. എന്താണ് ഈ നാലാം ദിവസം? ഈ ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം നമ്മുടെ പ്രതീക്ഷയുടെ ദിവസമാണ്. ഇത് അവസാനിക്കുന്നിടത്താണ് ദൈവം കടന്നു വരുന്നത്. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. ശിഷ്യന്മാർ കടലിൽ മുങ്ങിപ്പോകാറായപ്പോൾ നാലാം യാമത്തിൽ യേശു നടന്നു വന്നു. ചീഞ്ഞളിഞ്ഞ ലാസർ നാലാം ദിവസം യേശു വന്ന് ഉയർപ്പിക്കുന്നു. ശ്രദ്ധിക്കണം, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ലാസർ അനുഭവങ്ങൾ ഉണ്ടാകും. കടലിൽ മുങ്ങിപ്പോകുന്ന അനുഭവം ഉണ്ടാകും. പോയേ പറ്റൂ. ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. സത്യത്തിൽ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സഹനത്തിൽ കൂടെ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം ഞാൻ ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരു പ്രത്യേക അവസ്ഥയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നീ ഇതിൻ്റെ അകത്തൂടെ പോയേ പറ്റൂ. കാരണം നിന്നെ കേൾക്കാൻ ഇംഗ്ലണ്ടിൽ വരുന്ന ജനങ്ങളിൽ 99% പേരും മറ്റൊരു അനുഭവം അല്ലെങ്കിൽ നിന്നെപ്പോലെ അനുഭവത്തിലൂടെ പുറമേ ചിരിക്കുന്നെങ്കിലും വേദനയിലൂടെ പൊക്കൊണ്ടിരിക്കുന്ന എൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിക്കുന്നവരാണ്, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവരാണ്, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവരാണ്, വചനം പഠിക്കുന്നവരാണ്. പക്ഷേ അവർക്ക് സിംഹക്കുഴിയുടെ അനുഭവം ഉള്ളതുകൊണ്ട് പ്രസംഗിക്കുന്ന നീയും അത് ടേസ്റ്റ് ചെയ്തേ പറ്റൂ. ചേർന്ന് പറഞ്ഞേ മക്കളെ, ഹല്ലേലൂയ. നീ അത് പ്രസംഗിച്ചാൽ പോരാ, നീ അത് ടേസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്ത് സംഭവിച്ചു? ലാസ്റ്റ് മൊമെന്റിൽ ദൈവം ഇടപെട്ടു. എന്തായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം? ദാനിയേൽ 6:26. എൻ്റെ അധികാരത്തിലുള്ള എല്ലാവരും ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഭയന്ന് വിറയ്ക്കണമെന്ന് ഞാൻ വിളംബരം ചെയ്യുന്നു.
എന്തെന്നാൽ അവിടെ നിന്നാണ് നിത്യനും ജീവിക്കുന്നവനുമായ ദൈവം. പ്രിയരെ, ഇങ്ങോട്ട് നോക്കുക. സിംഹക്കുഴിയിൽ എറിയാൻ പറഞ്ഞ രാജാവ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളോട് പറയുകയാണ്, ഈ നിമിഷം മുതൽ ദാനിയേലിന്റെ ദൈവമാണ് സത്യദൈവം. ഹല്ലേലൂയ. ഒരു നിമിഷം കൊണ്ട് കാര്യങ്ങളെ ദൈവത്തിന് മാറ്റി മറിച്ച് കളയാൻ സാധിക്കുന്നു. ഒരു വലിയ ജനക്കൂട്ടത്തെ മുഴുവൻ തൻ്റെ സ്വന്തമാക്കാൻ പിടിച്ചെടുക്കാൻ ദൈവം ദാനിയേലിനെ സിംഹക്കുഴിയിൽ വീഴാൻ അനുവദിക്കുകയാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. ഞാനൊരിക്കൽ ഓർക്കുകയാണ്, അല്പം പോലും വിശ്വാസമില്ലാതിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ അപ്പൻ്റെ രോഗശാന്തി കണ്ടതിന് ശേഷം വലിയ വിശ്വാസത്തിലേക്ക്, ഞാൻ ഇംഗ്ലണ്ടിൽ വെച്ച് പരിചയപ്പെട്ട ഒരു സഹോദരനാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ആ സ്ഥലം ഞാൻ മറന്നുപോയി, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ യാക്കോബായ സഭയിൽ പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് വിശ്വാസം ഒട്ടുമില്ല. പക്ഷേ അദ്ദേഹം പിന്നീട് ഇവിടെ വന്നൊരു വലിയ വിശ്വാസിയായി. കാരണം ക്യാൻസർ രോഗിയായ തൻ്റെ അമ്മയ്ക്ക് കർത്താവ് കൊടുത്ത ഒരു സൗഖ്യം കാരണം അദ്ദേഹം വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് നടന്ന ഒരു സംഭവം പറയാം. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ പറഞ്ഞ ഒരു സംഭവമാണ്. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് അവരുടെ വാർഷിക ധ്യാനിപ്പിക്കാനായിട്ട് ഒരു അച്ഛൻ വന്നു. കുറച്ച് പ്രായമുള്ള അച്ഛനാണ്. അച്ഛനൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് ഈ സെമിനാരി വിദ്യാർത്ഥികളുടെ ധ്യാനം ആരംഭിക്കുന്നത്. ആ സ്റ്റോറി ഇതാണ്, നടന്ന സംഭവം പറഞ്ഞുകൊണ്ടാണ്. ഒരിടത്തൊരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. ഭർത്താവ് എന്നും വന്ന് ഭാര്യയെ ഇടിക്കും. ഭാര്യയെ ഇടിക്കുന്ന ഭർത്താവാണ്, ഉപദ്രവിക്കും. ഭാര്യ ഇടിയെല്ലാം കൊണ്ടിട്ട് ഒന്നും മിണ്ടത്തില്ല. ഒടുവിൽ ഭാര്യ മാരക രോഗിയായി, ഭാര്യ മരിച്ചു. ഭാര്യയുടെ ശവമടക്കം കഴിഞ്ഞ് ഇയാൾ വന്ന് ഭാര്യയുടെ മുറിയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഒരു ഡയറി ഉണ്ട്. അതിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുകയാണ്, ഇയാളുടെ ഇടി കൊള്ളുന്ന ദിവസം എല്ലാം ഭാര്യ എഴുതിയിരിക്കുകയാണ്, കർത്താവെ, ഇന്നത്തെ ഇടി മുഴുവൻ എൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ഡേറ്റ് വെച്ച് എഴുതിയിരിക്കുകയാണ്. അവസാനം ഇയാൾ രോഗിയായപ്പോൾ ഇടിക്കാതായി, പിന്നീടൊന്നും എഴുതിയിട്ടില്ല. ഈ മുഴുവനും വായിച്ചിട്ട് ഈ മനുഷ്യനൊരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയുകയാണ്. അദ്ദേഹം മാനസാന്തരപ്പെട്ടു. ഭാര്യ മരിച്ചതുകൊണ്ട് അദ്ദേഹം സെമിനാരിയിൽ ചേർന്നു. അദ്ദേഹം ഒരു വൈദികനായി തീർന്നു. ഇത്രയും പറഞ്ഞിട്ട് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീനും മറ്റ് സെമിനാരി വിദ്യാർത്ഥികളും ഇരിക്കുന്ന വേദിയിൽ ആ വൈദികൻ പറയുകയാണ്, ഇത്രയും നേരം പറഞ്ഞ കഥയിലെ നായകൻ ഞാൻ തന്നെയാണ്, നിങ്ങളെ ധ്യാനിപ്പിക്കുന്ന ആ വൈദികൻ ഞാനാണ്. ഹല്ലേലൂയ. പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. നിങ്ങൾ ഓർക്കണം, ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ ഇത് എവിടെ പ്രസംഗിക്കുമ്പോഴും ആളുകൾ പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെടുമായിരുന്നു. കാരണം ദൈവത്തിന് ഒരു മനുഷ്യനെ പിടിക്കാൻ ദൈവം ഉപയോഗിച്ച കടത്തിവിട്ടൊരു മാർഗമാണ്. ഹല്ലേലൂയ. നമ്മുടെ വഴികൾ നമുക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ ദൈവത്തിൻ്റെ വഴികൾ നിഗൂഢമാണ്. സുഭാഷിതങ്ങൾ 25:2 പറയാണ്, നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്, രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാഞ്ഞ് അറിയുന്നതും. ആരാണ് രാജാവ്? രാജകീയ പുരോഹിതൻ ആരാണ്? നിങ്ങൾ രാജകീയ പുരോഹിത ഗണം, വിശുദ്ധജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഇവിടെ പറയാണ്, നിഗൂഢത ദൈവത്തിൻ്റെ ദാനമാണ്. അതായത് കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. അത് അന്വേഷിച്ച് കണ്ടെത്തുക എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ കഴിവാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു നടന്ന സംഭവം പറയാം. അമേരിക്കയിൽ വർഷങ്ങൾക്ക് മുമ്പ് US ഒരു വലിയ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു. ഡോക്ടർ എബ്രഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ഓൺകോളജിസ്റ്റ് ആയിരുന്നു. ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഒരിക്കലും ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനായിട്ട് 4 മണിക്കൂർ യാത്ര ചെയ്യണം. നിങ്ങൾക്കറിയാം, ടെക്സസ് നിന്ന് കാലിഫോർണിയയിലോട്ടൊക്കെ പോകാൻ 4 മണിക്കൂർ ഫ്ലൈറ്റിലിരിക്കണം. അദ്ദേഹം ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പൈലറ്റ് പറഞ്ഞു, എൻജിൻ കേടായി, ഫ്ലൈറ്റ് താഴെ ഇറക്കാൻ പോവുകയാണ്. അങ്ങനെ ഫ്ലൈറ്റ് വേറൊരു എയർപോർട്ടിൽ ഇറക്കി. അതിനുശേഷം അറിയിപ്പുണ്ടായി, ഇനി 10 മണിക്കൂർ കഴിഞ്ഞിട്ടേ കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ, എയർലൈൻകാരുടെ പരിപാടിയാണ്. ഡോക്ടർക്ക് കോൺഫറൻസിൽ പോയേ പറ്റൂ. ഡോക്ടർ പെട്ടെന്ന് പുറത്തിറങ്ങി ഒരു റെൻ്റൽ കാർ എടുത്തു. അദ്ദേഹം കാർ ഓടിച്ചുകൊണ്ട് വൈകുന്നേരമാണെങ്കിലും കോൺഫറൻസിനെത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം പോവുകയാണ്. വൈകുന്നേരമായി ഒരു ഗ്രാമപ്രദേശത്തു കൂടി കാർ പോവുകയാണ്. മഴക്കാറുകൾ ആകാശത്ത് വരുന്നു. നേരം ഇരുണ്ടു, എല്ലായിടത്തും ഇരുട്ടായി, അടുത്തൊന്നും വീടുകളില്ല. അദ്ദേഹത്തിന് ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അദ്ദേഹം നോക്കിയപ്പോൾ റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല. കുറച്ച് വർഷം മുമ്പാണ് കേട്ടോ. അദ്ദേഹം നോക്കിയപ്പോൾ ദൂരെ ഒരു വീട്ടിൽ ഒരു വിളക്ക് കത്തുകയാണ്.
അദ്ദേഹം തൻ്റെ കാർ ഓടിച്ച് അവിടെ ചെന്നിട്ട് കോളിംഗ് ബെല്ല് അടിച്ചു. ഒരു ആൻറ്റി വന്ന് വാതിൽ തുറന്നു. സഹോദരി, നിങ്ങൾ ആരാണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു ഡോക്ടറാണ്, വഴിയാത്രക്കാരനാണ്, എനിക്കൊരു കോൺഫറൻസിൽ പോകണം, ഞാൻ തണുത്ത് പറയ്ക്കുന്നു, എനിക്കൊരു ചായ വേണം. അവരകത്ത് പോയി ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നു. ചായ കുടിക്കുന്ന സമയത്ത് ഡോക്ടർ ശ്രദ്ധിച്ചു, ഒരു തൊട്ടിലിൽ ഒരു കുഞ്ഞിനെ ഇട്ട് ഈ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ ആട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഇടയ്ക്ക് ചോദിച്ചു, ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചു, ഏതാണ് ഈ കുഞ്ഞ്, എന്താണ് ഈ കുഞ്ഞിന് പറ്റിയത്? അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, ഈ കുഞ്ഞിന്, ഇതെൻ്റെ ഇളയ കുഞ്ഞാണ്, ക്യാൻസറാണ്, തലച്ചോറിലാണ്, ബ്രെയിനിന് ക്യാൻസറാണ്. ഡോക്ടർ ഏബ്രഹാമിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ അനേക നാളുകളായി കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പാവപ്പെട്ടവരായ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യമില്ല. ഡോക്ടർ വളരെ ദൂരെയാണ് താമസിക്കുന്നത്, ഞങ്ങൾ വെറും സാധാരണക്കാരാണ്, ഞങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുകയില്ല. എന്നെങ്കിലും ക്യാൻസർ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ എബ്രഹാമിനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാമല്ലോ എന്നോർത്ത് ഈ തൊട്ടിലിട്ട് കുഞ്ഞിനെ ഉറക്കുമ്പോഴെല്ലാം ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഡോക്ടർ എബ്രഹാം നിരീശ്വരവാദിയായിരുന്നു എന്ന കാര്യമാണ് ഏറ്റവും വിചിത്രം. അദ്ദേഹം പിന്നീട് എഴുതി, ഒരു നിരീശ്വരവാദിയായിരുന്ന എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന സംഭവമാണിത്. ഒരു ഫ്ലൈറ്റിൻ്റെ എൻജിൻ കേടാകുന്നു. നിങ്ങൾ നോക്കണം, ദൈവത്തിൻ്റെ വഴികൾ നിഗൂഢമാണ്. ഒരു ഫ്ലൈറ്റിൻ്റെ എൻജിൻ കേടാകുന്നു, അത് ഒരു എയർപോർട്ടിൽ ഇറക്കുന്നു. അവിടെ നിന്നും റെൻ്റൽ കാറിൽ പോകുമ്പോൾ മഴ വരുന്നു. അദ്ദേഹം ദൂരെയുള്ള ഒരു വിളക്ക് കണ്ട് അങ്ങോട്ട് കയറുന്നു, ഒരു ചായ കുടിക്കാൻ കയറുന്നു. അവിടെ ഒരു കുഞ്ഞിനെ തൊട്ടിലിട്ട് ആട്ടുന്നു. ആ കുഞ്ഞിന് ക്യാൻസറാണ്. അവർ പറയുകയാണ്, ഡോക്ടർ എബ്രഹാമിനെ കാണാൻ വേണ്ടി ഞങ്ങൾ മാസങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ഡോക്ടർ എബ്രഹാം ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ മക്കളെ, ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മുടെ ജീവിതത്തിലെ ചില ബ്രേക്ക് ഇടലുകൾ, ചില പിടുത്തങ്ങൾ, മുൻപോട്ട് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഇടുന്ന അനുഭവം. കർത്താവ് കയറി ബ്രേക്ക് ഇടുന്നു. എന്തിനാണ് ബ്രേക്ക് ഇട്ടെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നു, വെയിറ്റ് ആൻഡ് സീ, കാത്തിരുന്ന് കാണുക, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ബ്രേക്ക് ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴികൾ നിഗൂഢമാണ്, ദൈവത്തിൻ്റെ വഴികൾ നിഗൂഢമാണ്, ദൈവത്തിൻ്റെ വഴികൾ നിഗൂഢമാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ മാതാവിനും മറിയത്തിനും ജോസഫിനും സത്രത്തിൽ ഇടം കിട്ടിയില്ല. അതുകൊണ്ട് അവർ കാലിത്തൊഴുത്തിൽ മാതാവിനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടതായിട്ട് വന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് വെറും ആക്സിഡൻ്റലാണെന്ന്? ഒരിക്കലും അല്ല. ഹല്ലേലൂയ. ഞാൻ ഭാവന കാണുന്നത് ഇങ്ങനെയാണ്, ആ കഴുത പോകുന്ന സമയത്ത് കർത്താവ്, എൻ്റെ ഭാവനയാണ്, കർത്താവ് കഴുതയോട് പറയുകയാണ്, പതുക്കെ പോടാ. കഴുത ഇടയ്ക്ക് ഗർഭിണിയായ മറിയത്തെ വെച്ചുകൊണ്ട് വേഗത്തിൽ പോകുമ്പോൾ കർത്താവ് കഴുതയോട് പറയാൻ, അത്രയും വേഗം വേണ്ട, പതുക്കെ പോയാൽ മതി, താമസിച്ചവിടെ എത്തിയാൽ മതി. പറഞ്ഞുതരാം, താമസിച്ചവിടെ എത്തി, മുറികളെല്ലാം ബുക്ക്ഡായി പോയി. താമസിച്ചെത്തിയതാ കാര്യം, മുറികളെല്ലാം ബുക്ക്ഡായി. അതുകൊണ്ട് ഹോട്ടലിൻ്റെ അകത്ത് റൂമിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല. എവിടെ സ്ഥലം കിട്ടി? കാലിത്തൊഴുത്തിൽ സ്ഥലം കിട്ടി. രക്ഷകൻ എവിടെ പിറന്നു? കാലിത്തൊഴുത്തിൽ പിറന്നു. ആദ്യം കാണാൻ വന്നത് ആരാണ്? ആട്ടിടയന്മാർ. നിങ്ങൾ ചരിത്രം പഠിച്ചാൽ കാണാം, ആട്ടിടയന്മാരുടെ ശരീരത്തിൽ ആടിൻ്റെ രോമമുള്ളതിനാൽ അന്നത്തെ കാലത്ത് വീടുകളുടെ അകത്ത് കയറ്റത്തില്ല. അവർക്ക് വെള്ളം കൊടുക്കുന്നത് ഒരു പ്രത്യേക പാത്രത്തിൽ വീടിൻ്റെ പുറത്ത് വെച്ചാണ് ആൾക്കാർ വെള്ളവും ആഹാരവും ചോദിച്ചാൽ കൊടുക്കുന്നത്. വീട്ടിൽ കയറ്റത്തില്ല, ഹോട്ടലുകളിൽ കയറ്റത്തില്ല, റെസ്റ്റോറൻറ്റുകളിൽ കയറ്റത്തില്ല. ഇനി എൻ്റെ ചോദ്യം, യേശു ക്രിസ്തു സത്രം, ഹോട്ടൽ, എന്തോ ആയിക്കോട്ടെ, ഈ സത്രത്തിൻ്റെ അകത്താണ് ജനിച്ചിരുന്നെങ്കിൽ നാട്ടിടയന്മാർക്ക് രക്ഷകനെ കാണാൻ പറ്റുമോ? ഉച്ചത്തിൽ പറ, കാണാൻ പറ്റുമോ? ഉച്ചത്തിലൊന്ന് പറഞ്ഞ, കാണാൻ പറ്റുമോ? അവർ വാർത്ത കേട്ടിട്ട് പോകാനേ പറ്റൂ, അടുത്തോട്ട് ചെല്ലാൻ പോലും പറ്റുകയില്ല. എല്ലാവർക്കും വേണ്ടി ജനിച്ച രക്ഷകനെ ആദ്യം കണ്ടതാരാണ്? ആട്ടിടയന്മാർ. ആദ്യം കാലെ തൊട്ട് ആരാധിച്ചതാരാണ്? ആട്ടിടയന്മാർ. ആദ്യം കുഞ്ഞി കൈകളിൽ ഉമ്മ കൊടുത്ത ആരാണ്? ആട്ടിടയന്മാർ. ഇത് സംഭവിക്കണമെങ്കിൽ എന്ത് നടക്കണമായിരുന്നു? പരിശുദ്ധ മറിയത്തിന് സത്രത്തിൽ ഇടം ലഭിക്കാൻ പാടില്ലായിരുന്നു. കരമടിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറയാമോ? ഞാൻ നോക്കട്ടെ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാവുന്നുണ്ടോ നോക്കട്ടെ. നന്നായിട്ട് അടിച്ചു. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു, പുസ്തക ചുരുളുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നെപ്പറ്റിയാണ്. നിങ്ങൾക്കിന്ന് ചില സ്ഥലത്ത് ഇടം കിട്ടുന്നില്ലാത്തത് ഇതുപോലെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ്, വേറെ ഒരു കാര്യവുമില്ല. നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ ചില ഡോറുകൾ അടഞ്ഞിരിക്കുന്നത് ദൈവം ഇതുപോലെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇപ്പം എൻ്റെ വീട്ടിലൊരു അച്ഛനുണ്ട്. ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ച് പ്രാർത്ഥിക്കണം, ഞാൻ സ്റ്റേജിൽ കയറാൻ പോകുമെന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു കൊച്ചച്ഛൻ വന്നിട്ടുണ്ട്.
അച്ഛനുമായിട്ട് എൻ്റെ വൈഫ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവൾ എന്നോട് പറയുകയാണ്, നമ്മുടെ വീട്ടിൽ വന്ന അച്ഛൻ ഒരു നേഴ്സായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഒരു നേഴ്സ് അച്ഛനാകുന്നത് ഞാൻ ആദ്യമായിട്ടാണ്, ഒരു മെയിൽ നേഴ്സ് അച്ഛനാകുന്നത് സത്യം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ പലതും കേട്ടിട്ടുണ്ട്, പക്ഷേ നേഴ്സ് അച്ഛനാകുന്നത് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുക, ഇപ്പം ഇങ്ങോട്ട് വീട്ടിലുണ്ട്, ഇന്ന് അവിടെ താമസിക്കുകയാണ്. അപ്പം അദ്ദേഹം ഡൽഹി, ബാംഗ്ലൂർ പല സ്ഥലത്തും അദ്ദേഹം നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. കല്യാണത്തിന് പെണ്ണ് കാണാൻ വരെ തീരുമാനമെടുത്തു. ആരും ചോദിക്കണം, കല്യാണത്തിന് പെണ്ണ് കാണാനുള്ള ഡേറ്റ് തീരുമാനമെടുത്തു. വന്ന ബ്രോക്കറിനോട് പറഞ്ഞു, ഞാൻ ഒരാഴ്ച പ്രാർത്ഥിച്ചിട്ട് പെണ്ണ് കാണുന്നുള്ളെന്ന് പറഞ്ഞു. പാവം മെയിൽ നേഴ്സ് ഒരാഴ്ച പ്രാർത്ഥിക്കുകയാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ വിളിയുണ്ടാകുകയാണ്. പെണ്ണ് കാണാൻ പോകാത്ത സെമിനാരിൽ പോയി. പ്രൈസ് ദി ലോർഡ്. മെയിൽ നേഴ്സ് അച്ഛനായി മാറി. ഉച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. എൻ്റെ പൊന്നെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ദൈവത്തിൻ്റെ വഴികൾ വളരെ മിസ്റ്റീരിയസ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ഈ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എന്താ നടക്കുന്നതനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. നിങ്ങളൊരു 5 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് എന്നെ കാണുമ്പോൾ പറയണം, ഇപ്പം നടക്കുന്ന കാര്യവും അന്നത്തെ കാര്യവും എങ്ങനെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങൾ ദൈവത്തിന് അതിന് ഇങ്ങനെ ഇരുന്നാൽ പോരെ. നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണവാളനെ സ്വീകരിക്കുന്ന മണവാട്ടി ഇപ്പോഴാണ് റെഡിയായത്. നമ്മൾ ഇങ്ങനെ ഇരിക്കാനല്ല, നമ്മൾ ഇരിക്കുന്നതിൻ്റെ അകത്ത് തന്നെ ഒരു ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം ഈ ഓഡിറ്റോറിയത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് സത്യത്തെ അറിയാം, ആത്മാവിൻ്റെ അഭിഷേകം ആരുടെ മേലാണ് വരുന്നത് കറക്റ്റായിട്ട് അറിയാം. എനിക്കെന്നല്ല, ഏത് ശുശ്രൂഷകനും ഇപ്പം ആരോട് ചോദിച്ചാലും അറിയാം. ഇവിടെ കയറി നിങ്ങളെ നോക്കുമ്പോഴേ അറിയാം കർത്താവിൻ്റെ ആത്മാവ് ആരിലാണ് പ്രവർത്തിക്കുന്നതെന്ന്. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഈ ഒരേ സ്ഥലത്തുനിന്ന് തന്നെ ചിലർ തീയും കൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. എനിക്ക് അനുഭവം ഉണ്ടായൊരു ധ്യാനം കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് കരയാണ് ആ ധ്യാനത്തിൽ. 1999 എൻ്റെ തൊട്ടടുത്തൊരു കേരള കോൺഗ്രസ്സുകാരനാണ് നിൽക്കുന്നത്, കതർ വിട്ട് നിൽക്കുകയാണ്. എൻ്റെ കരച്ചിൽ, ഞാൻ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ സമയത്ത് ഞാൻ കരയാണ്, ഭയങ്കരമായിട്ട് ദൈവസ്നേഹം അനുഭവിച്ച് കരയാണ്. അപ്പോൾ താങ്ക് യു ബ്രദർ, അയാൾ എന്നോട് ചോദിക്കുകയാണ്, ഡോക്ടറെ മാരക പാപം വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അയാൾക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നില്ല. അയാൾ കരയുന്നവരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കരയാണ്. അവസാനം അയാൾ എൻ്റെ ചെവി ചോദിക്കുകയാണ്, എനിക്ക് 27 വയസ്സേ ഉള്ളൂ കേട്ടോ അന്ന്. അയാൾ എൻ്റെ ചെവി ചോദിക്കുക, വ്യഭിചാരം വല്ലതും ചെയ്തിട്ടുണ്ടോ? അയാൾ എന്നോട് ചോദിക്കുകയാണ്, വ്യഭിചാരം വല്ലതും ചെയ്തിട്ടുണ്ടോ? അതിനാണോ ഇങ്ങനെ കിടന്ന് കാറിക്കൂവി കരയുന്നത്? ഇത്രയും കരയേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്നും മിണ്ടാതിരിക്കുക, ഇത് ചേട്ടന് പറ്റിയ സ്ഥലമല്ല, പോ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം എപ്പോൾ കരയുമ്പോഴും അയാൾ എന്നെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുള്ളി ആകപ്പാട് ഇങ്ങനെ കരയുന്നവരെ. അതുപോലെയാണ് ഇതിൻ്റെ അകത്ത്. നിങ്ങൾ ഹൃദയം തുറക്കുന്നതനുസരിച്ചാണ്, നിങ്ങൾ ദാഹിക്കുന്നതനുസരിച്ചാണ് നിങ്ങൾ ദൈവത്തെയും കൊണ്ട് പോകാനായിട്ട് പറ്റുന്നത്. ചേർന്ന് പറഞ്ഞേ മക്കളെ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജോബിൻ്റെ പുസ്തകം 28:7, കഴുകൻ ആ വഴി അറിയുന്നില്ല, പ്രാപ്പിടിയൻ ആ വഴി കണ്ടിട്ടില്ല. കഴുകൻ ആ വഴി അറിയുന്നില്ല. ആരാണ് കഴുകൻ? വളരെ ഉയരത്തിൽ നിന്ന് എല്ലാം വ്യക്തമായി കാണാൻ കാഴ്ചശക്തിയുള്ള പക്ഷിയാണ് കഴുകൻ. കഴുകന് പോലും ദൈവത്തിൻ്റെ വഴി മനസ്സിലാകുന്നില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. കഴുകൻ ആ വഴി അറിയുന്നില്ല. അത്രയ്ക്കും മിസ്റ്റീരിയസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് ഇപ്പം എടുക്കേണ്ട മലാക്കി പ്രവാചകൻ്റെ പുസ്തകം ഈ അവസാനത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് സ്ലൈഡ് ഇടാമോ, സ്ക്രീനിലിടാമോ ബ്രദർ? മലാക്കി പ്രവാചകൻ്റെ പുസ്തകം അവസാനത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം അവസാനത്തെ അധ്യായം അവസാനത്തെ വാക്യം നിങ്ങൾ നോക്കുക. അവിടെ കറക്റ്റ് നിങ്ങൾക്കുള്ള ഉത്തരം കിടപ്പുണ്ട് കേട്ടോ. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം സ്ക്രീനിടുന്ന ബ്രദർ ഒന്ന് ചെയ്യണേ. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം അവസാനത്തെ അധ്യായം അവസാനത്തെ വാക്യം എടുക്കാമോ? മലാക്കി പ്രവാചകന്റെ പുസ്തകം 3:18 3:18 എളുപ്പമാണ്. 3:18 മലാക്കി 3:18. മലാക്കി പ്രവാചകന്റെ വായിച്ച് എല്ലാവരും ഒന്ന് വായിക്കാമോ? അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കൽ കൂടി നിങ്ങൾ തിരിച്ചറിയും. എല്ലാവരും ഒന്ന് വായിക്കാമോ? 1 2 3. ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? 1 2 3. ഇങ്ങോട്ട് നോക്കിയേ. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. നീതിയോടെ ജീവിക്കുന്നവനും പാപത്തിൽ തുടരുന്നവനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ അറിയുക തന്നെ ചെയ്യുമെന്ന് ദൈവം പറയുകയാണ്. ചേർന്ന് പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. നിങ്ങൾ ഏത് വഴിയിലൂടെയാണ് നടക്കുന്നത്? ഞാൻ ഏത് വഴിയിലൂടെയാണ് നടക്കുന്നത്?
നിങ്ങൾ ഓൺ ഫയർ ഫോർ ഗോഡ് ആണോ? നിങ്ങൾ ദൈവത്തിൻ്റെ അത്യന്തിക ശക്തി നിങ്ങൾ അറിയുക തന്നെ ചെയ്യുമെന്ന് ദൈവം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. തള്ളിക്കളയില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തത്, മേഘങ്ങൾ കർത്താവിൻ്റെ കാലിലെ പൊടിയാണ്. രണ്ടാമത്തെ അർത്ഥം, ലോകം ഭയപ്പെടുന്ന കാര്യങ്ങൾ ദൈവ പൈതൽ ഭയപ്പെടേണ്ടതില്ല. ലോകം ഭയപ്പെടുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ പൈതൽ ഭയപ്പെടരുത്. യെശയ്യാ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ബന്ധുക്കളുണ്ടോ? ഓസ്ട്രേലിയയിൽ ബന്ധുക്കളുള്ളവരൊന്ന് കൈപൊക്കാമോ? ഞാനൊന്ന് നോക്കട്ടെ. ഒത്തിരി പേരുണ്ട്. കൈതാത്തിടുക. 1959, ഞാനൊക്കെ ജനിക്കുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. 1959 ഫെബ്രുവരി മാസം ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട്. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ഗ്രൗണ്ടുകളിൽ ഒന്നാണ്. 10,000-കണക്കിന് ആൾക്കാരിരിക്കുന്ന പടുകൂറ്റൻ സ്റ്റേഡിയമാണ്. നിങ്ങൾ ക്രിക്കറ്റ് കളി കാണുന്നവർക്കറിയാം മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട്. അവിടെ ലോകപ്രശസ്ത സുവിശേഷകനായ ബില്ലി ഗ്രഹാം പ്രസംഗിക്കുകയാണ്. ബില്ലി ഗ്രഹാമിൻ്റെ പ്രസംഗം കേൾക്കാൻ ഒരു ക്രിക്കറ്റ് മാച്ചിൻ്റെ വേൾഡ് കപ്പ് ഫൈനൽ പോലെ ഏതാണ്ട് 10,000-30,000 വരുന്ന വലിയ, എനിക്ക് കൃത്യസംഖ്യ അറിയില്ല, സ്റ്റേഡിയം ഫുള്ളാണ്. 10,000-കണക്കിന് ആൾക്കാർ സ്റ്റേഡിയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. ബില്ലി ഗ്രഹാമിനെ കൊല്ലാൻ വേണ്ടി 10 ചെറുപ്പക്കാർ ആ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് തോക്കുകളുമായിട്ട് പ്രവേശിക്കുകയാണ്. ആ 10 ചെറുപ്പക്കാരുടെ നേതാവിൻ്റെ പേര് ജോർജ് പാമർ എന്നാണ്. അവരുടെ എന്നെപ്പോലൊരു കോട്ട്, ഒരു കോട്ട് ഇട്ടിട്ടുണ്ട്. ഈ കോട്ടിൻ്റെ അകത്തെ പോക്കറ്റിൽ അവർ തോക്ക് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇന്നത്തെ പോലത്തെ ചെക്കിങ്ങും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ മെറ്റൽ ഡിറ്റക്ടറൊന്നും 1959 ഇല്ല. ഇവർ 10 പേരും തോക്കുകളുമായി സ്റ്റേഡിയത്തിൻ്റെ 10 ഭാഗത്തായിട്ടിരിക്കുകയാണ്. ആർക്കാണോ ചാൻസ് കിട്ടുന്നത് അവർ ബില്ലി ഗ്രഹാമിനെ കൊന്നുകളയണം. ഇതിനു വേണ്ടിയിട്ടാണ് അവരകത്ത് കയറിയത്. ബില്ലി ഗ്രഹാം പ്രസംഗം ആരംഭിച്ചു. ദൈവം സ്നേഹമാകുന്നു, ദൈവം കാരുണ്യമാകുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. എന്നാൽ നമ്മളെ തള്ളിക്കളയാൻ ദൈവപിതാവിന് മനസ്സ് വന്നില്ല. പിശാച് മാലാഖ പാപം ചെയ്തപ്പോൾ ദൈവം നരകമൊരുക്കി. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം കാൽവരി ഒരുക്കി. ആൾക്കാരൊക്കെ ഇരുന്ന് കരയുകയാണ്. ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിൽ പ്രഘോഷിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ജോർജ് പാമർ, ഇവരുടെ 10 പേരുടെ നേതാവ്, അദ്ദേഹം അടുത്തിരിക്കുന്നവരെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ആളുകളൊക്കെ എന്ത് ചെയ്യാണ്? ഇയാളുടെ പ്രസംഗം കേട്ട് ഈ ആളുകളൊക്കെ എന്തിനാ കരയുന്നത്? എന്താണ് ഈ ആളുകൾ ചെയ്യുന്നത്? ജോർജ് പാമർ ഒരു ശബ്ദം പുറകിൽ നിന്ന് കേട്ടു. ജോർജ്, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ ജോർജ് പുറകോട്ട് തിരിഞ്ഞു നോക്കി. ആരാണ്? പരിചയമുള്ള ഒരു മുഖം അവിടെ ഇല്ല. ജോർജ്, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വീണ്ടും കേൾക്കുകയാണ്. അദ്ദേഹം 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആർക്കും അറിയില്ല. എല്ലാവരും പ്രസംഗം കേൾക്കുകയാണ്. പെട്ടെന്ന് ബില്ലി ഗ്രഹാം പറയുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം സംസാരിക്കുന്നു. ദൈവം സംസാരിക്കുന്നു എന്ന് ബോധ്യമുള്ളവർ തങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കുക. യേശു ക്രിസ്തുവിന് ജീവിതം സമർപ്പിക്കാനുള്ളവരെല്ലാം ഓൾട്ടറിൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ 1000-കണക്കിന് ആളുകൾ യേശുവിനെ സ്വീകരിക്കാൻ ഓടിച്ചെല്ലുന്നു. ജോർജ് പാമർ ഒരു കാര്യം കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ അകത്ത് ദൈവസ്നേഹം വന്ന് നിറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞിട്ട് അദ്ദേഹം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വേഗത്തിൽ ഓടുകയാണ് യേശുവിനെ സ്വീകരിക്കാൻ. ഓടുന്ന ഓട്ടത്തിൽ അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ്. കൊല്ലാൻ വന്ന 9 പേരും സ്റ്റേഡിയത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി 9 പേരും നിലവിളിച്ചുകൊണ്ട് ഓൾട്ടറിൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന കാഴ്ചയാണ് ജോർജ് പാമർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവർ കരമടിച്ച് കർത്താവിന് നന്ദി പറയും. ഇവർ തമ്മിൽ കണ്ടിട്ടില്ല. ഇവർക്ക് മൊബൈൽ ഫോണുകളില്ല. യാതൊന്നും ഇവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. 10 പേരെയും, ബില്ലി ഗ്രഹാമിനെ കൊല്ലാൻ വന്ന 10 പേരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു 10 മിനിറ്റത്തെ പ്രസംഗത്തിൻ്റെ ഉള്ളിൽ അത്ഭുതകരമായിട്ട് പിടികൂടുകയാണ്. 10 പേരും പിന്നീട് പറയുണ്ടായി, അവരുടെ പുറകിൽ നിന്ന് ഒരു ശബ്ദം അവരുടെ പേര് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 10 പേരും തമ്മിലറിയാതെ മുൻപിലേക്ക് കടന്നു വന്ന് ജീവിതത്തെ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മരണം വരെ കർത്താവിന് വേണ്ടി ഇന്നും അതിൽ ഒത്തിരി പേര് ജീവിച്ചിരിപ്പുണ്ട്. അത്ഭുതകരമായ ഒരു പരിവർത്തനം അവിടെ സംഭവിക്കുകയാണ്. ബില്ലി ഗ്രഹാമിനെ കൊല്ലാൻ വന്നവർ ദൈവത്തിൻ്റെ പട്ടാളക്കാരായി മാറുകയാണ്. ചേർത്ത് പറഞ്ഞ് ഹല്ലേലൂയ. ലോകത്തിലെ മനുഷ്യരും, ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ച വചനം നിങ്ങൾക്ക് ഓർമ്മ വേണം, ലോകത്തിലെ മനുഷ്യരും ദൈവത്തിൻ്റെ മനുഷ്യരും തമ്മിൽ
വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തോട് സ്നേഹമുള്ളവനും സ്നേഹമില്ലാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തോട് ഭക്തിയുള്ളവനും ഭക്തി ഇല്ലാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തോട് സമർപ്പണമുള്ളവനും സമർപ്പണമില്ലാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. വചനം വായിക്കുന്നവനും വചനം വായിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. കുർബാനയെ സ്നേഹിക്കുന്നവനും കുർബാനയെ പുച്ഛിക്കുന്നവനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് മലാക്കി 3:18 നമ്മൾ വായിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കള്ളം പറയുവാൻ അറിഞ്ഞുകൂടാത്ത ദൈവം ഈ വചനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ മാംസം ധരിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യെശയ്യാ 41:13 നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈക്ക് പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കും. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മദ്രാസിലെ മോൻ എന്ന് പറയുന്ന ആളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം 2 പേരെ കൊന്ന ഒരു മനുഷ്യനാണ് കേട്ടോ. അദ്ദേഹം 2 പേരെ കൊന്നിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് ലോക പ്രശസ്തനായ ഒരു സുവിശേഷ പ്രഘോഷകനാണ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ്, അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും ഒരുപാട് വിഷമിച്ചു. അദ്ദേഹത്തിൻ്റെ അവരുടെ മകനെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞപ്പോൾ പക്ഷേ ഇന്ന് അദ്ദേഹം സുവിശേഷ പ്രഘോഷകനാണ്. സോ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച മോശകരമായ കാര്യത്തെ പോലും ദൈവത്തിന് വലിയ നന്മയ്ക്കാക്കി മാറ്റുവാനായിട്ട് സാധിച്ചു. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ മക്കളെ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബിനോൾട്ട് ബ്രദറെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചേ ഹല്ലേലൂയ. ഉച്ചത്തിലൊന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സങ്കടമെല്ലാം മാറട്ടെ, പ്രത്യാശ കടന്നു വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അവിടെ നിന്ന് കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അവിടെ നിന്ന് കടന്നു വരണമേ, ഞങ്ങൾ നിറയണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അടുത്ത് നിൽക്കുന്ന 2 പേരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറ, വിഷമിക്കരുത്, വിടുതൽ വരുന്നുണ്ട്. ഒന്ന് പറഞ്ഞേ, വിഷമിക്കരുത്, നിങ്ങളുടെ വിടുതൽ വരുന്നുണ്ട്. സന്തോഷത്തോടെ പറഞ്ഞു, വിഷമിക്കരുത്, നിങ്ങളുടെ വിടുതൽ വരുന്നുണ്ട്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇരിക്കാം. ഹല്ലേലൂയ. 2010 നിങ്ങൾ ന്യൂസ് വായിക്കുന്നവർക്കാണെങ്കിൽ അറിയാം, 2010 ഹെയ്ത്തിയിൽ വലിയ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായി, വലിയൊരു ഭൂമികുലുക്കം ഉണ്ടായി. കെട്ടിടങ്ങളെല്ലാം തകർന്നു. 17 ദിവസങ്ങൾക്ക് ശേഷം, നിങ്ങൾക്കറിയാം 17 ദിവസത്തിന് ശേഷമൊക്കെ ഒന്നും കിട്ടത്തില്ല, ചീഞ്ഞളിഞ്ഞ മാംസത്തിൻ്റെ ദുർഗന്ധമാണ്. പക്ഷേ അത്ഭുതകരമായിട്ട് അവർ ഒരു മനുഷ്യനെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ പേര് ഇവാൻ എന്നായിരുന്നു. അദ്ദേഹത്തെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന് ബോധമൊന്നുമില്ല. നിങ്ങൾ നേഴ്സുമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ബോധമില്ല, അദ്ദേഹം മരിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ മാത്രം അതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെട്ടു. അയാളെ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്ന വഴിക്ക് ആംബുലൻസിൽ നേഴ്സുമാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ചുണ്ട് പതുക്കെ ചലിക്കുന്നുണ്ട്, ബോധമില്ല. അദ്ദേഹം എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്: കർത്താവാണ് എൻ്റെ ബലം, 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 കർത്താവാണ് എൻ്റെ ബലം. ഇതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഭൂമി കുലുങ്ങി കെട്ടിടങ്ങൾ താഴേക്ക് വീഴുന്ന സമയത്ത് മരണം തൻ്റെ തൊട്ട് മുൻപിലാണെന്ന് കാണുമ്പോൾ ആ മനുഷ്യൻ അവസാനമായിട്ട് പറഞ്ഞ വാക്കുകളാണ് അത് അദ്ദേഹത്തിൻ്റെ അബോധ മനസ്സും ഉപബോധ മനസ്സും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവാണ് എൻ്റെ ബലം. ഈ ഒരു ഒറ്റ വചനത്തിൻ്റെ പുറത്ത് 17 ദിവസങ്ങൾ വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, ഒരു ഹ്യൂമൻ കോണ്ടാക്റ്റും ഇല്ലാതെ അദ്ദേഹം കെട്ടിടത്തിൻ്റെ താഴെ കിടക്കുകയാണ്. റെസ്ക്യൂ ടീം അദ്ദേഹത്തെ അത്ഭുതകരമായിട്ട് കണ്ടെത്തുകയാണ്. ഹല്ലേലൂയ. ഞാനീ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ വായിച്ച വചനം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവനും ദൈവത്തെ സ്നേഹിക്കാത്തവനും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് എന്ന് കർത്താവ് പറയുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 17 ദിവസങ്ങൾ വെള്ളം കുടിക്കാതേക്ക് മെഡിക്കൽ സയൻസ് പറയും അസാധ്യമാണ് എന്ന് മെഡിക്കൽ സയൻസ് പറയും. പക്ഷേ ദൈവത്തിൻ്റെ സയൻസ് പറയും സാധ്യമാണ് എന്ന് ദൈവത്തിൻ്റെ സയൻസ് പറയും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വലിയവനാണ്. നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. നിങ്ങൾ ഇന്ന് ഈ ഹോളിൻ്റെ അകത്തേക്ക് വന്നതിനേക്കാൾ കുറച്ചുകൂടി ദൈവത്തോട് അടുക്കുക,
കുറച്ച് സ്റ്റെപ്പുകൾ കൂടെ അവിടുത്തെ ഹൃദയത്തോട് ചേരുക. ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ആ പിണക്കങ്ങളൊക്കെ മാറ്റുക. ക്ഷമിക്കാനുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ചു കൊടുക്കുക. പലരുടെയും മുഖം കരിവാളിച്ചിരിക്കുന്നത് ക്ഷമിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവർ. ഞാൻ ഈ 25 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ കണ്ട ഒരു കാര്യം, നമ്മുടെ ഗ്രേസ് മുഴുവൻ പെട്ടെന്ന് ചോർത്തിക്കളയുന്നൊരു കാര്യമാണ് ക്ഷമിക്കാത്തത്. പ്രത്യേകിച്ച് വ്യഭിചാരവും കൊലപാതകവും ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ആരെയെങ്കിലും വിധിച്ചുകൊണ്ട്, നിങ്ങൾ ആരെയെങ്കിലും കൊള്ളത്തില്ല, മോശക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൻ്റെ പുറത്താക്കി നിർത്തിയിരുന്നാൽ ഇനി നിങ്ങൾ എത്ര പ്രാർത്ഥനക്കാരനാണെങ്കിലും നമ്മുടെ ഗ്രേസ്, നമ്മളിൽ ദൈവത്തിൻ്റെ ഗ്രേസ് ഓപ്പറേറ്റ് ചെയ്യുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ തേജസ്സും ദൈവത്തിൻ്റെ ആ പ്രകാശവും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കവിയുകയില്ല. ഹല്ലേലൂയ. നമ്മളെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും നമ്മളിൽ കർത്താവിൻ്റെ കൃപ ഇല്ല. സങ്കീർത്തനങ്ങൾ 91:7, നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരു അപകടവും സംഭവിക്കുകയില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, സഭാ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. അതിൽ തന്നെയും പരിശുദ്ധ മാതാവിനോട് ഭക്തിയുള്ളവരുടെ അത്ഭുതങ്ങൾ, കുർബാനയുടെ അത്ഭുതങ്ങൾ, ഇതെല്ലാം നമുക്ക് വായിക്കാൻ കിട്ടും ഇന്നത്തെ കാലത്ത്. എന്നെ ഒത്തിരിയേറെ സ്പർശിച്ച ഒരു സംഭവമാണ് ഈ ഹിരോഷിമയിൽ അമേരിക്ക കൊണ്ടുപോയി ആറ്റം ബോംബ് ഇട്ട്. നിങ്ങൾക്കറിയാം, ഒരു പ്രദേശത്തെ മുഴുവൻ ആൾക്കാരും കത്തിച്ചാരമായി പോയി അല്ലേ? നമ്മൾ സ്കൂൾ തൊട്ട് പഠിക്കുന്നതാണ് ഹിരോഷിമ, നാഗസാക്കി ആറ്റം ബോംബ് ഇടുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഹിരോഷിമയിൽ മുഴുവൻ ആൾക്കാരും കത്തിച്ചാരമായപ്പോൾ അവിടെ ചാരം പോയിട്ട് യാതൊരു കുഴപ്പവുമില്ലാതെ 8 പേര് അവിടെ ഉണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾക്ക് പിന്നീട് ഇത് യൂട്യൂബിൽ കേൾക്കാം കേട്ടോ. ഇപ്പം തപ്പാൻ പോകണ്ട, പിന്നെ നോക്കിയാൽ മതി. ഇങ്ങോട്ട് നോക്കുക. 8 പേർക്ക് ഒന്നും പറ്റിയില്ല. അത് 8 പേരും ജർമ്മൻ കത്തോലിക്ക പുരോഹിതരായിരുന്നു. അവർ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ 8 പേരും കൂടെ റൗണ്ട് അടിച്ചിരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബോംബ് വന്ന് വീഴുന്നത്. മുഴുവൻ ആളുകളും കത്തിച്ചാരമായി. അവരിരുന്ന കെട്ടിടം തകർന്നു. 8 പുരോഹിതർക്കും ഒന്നും പറ്റിയില്ല. ഇനി നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ലോകത്തിലെ മിടുമിടുക്കന്മാരായ 200 ഡോക്ടർമാരാണ് ഇവരെ പിന്നീടുള്ള വർഷങ്ങൾ മുഴുവൻ പരിശോധിച്ചത്. ഇവർക്ക് എങ്ങനെ റേഡിയേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു, റേഡിയേഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇവരെ 200 ഡോക്ടർമാർ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും മാറി മാറി പരിശോധിച്ചിട്ട് അവർക്ക് റേഡിയേഷൻ ഏറ്റിട്ടില്ല. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. ഈ ആറ്റം ബോംബ് ഇട്ടിട്ട് ചാകാത്ത ഒരു ജീവി കൂടെ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കും പറയാമോ എന്താന്ന്? പാറ്റകൾ ആറ്റം ബോംബിനെ അതിജീവിച്ച അത് സയൻസാണ് കേട്ടോ, സുവിശേഷമല്ല. ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി ഞാൻ പങ്കുവെച്ചതേ ഉള്ളൂ. സുവിശേഷമായിട്ട് ബന്ധമില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, ദൈവത്തിന് ആ പാറ്റായിലൂടെയും നമ്മളോട് സംസാരിക്കാനായിട്ടുണ്ട്. എടാ, പാറ്റായ സംരക്ഷിക്കാമെങ്കിൽ എനിക്ക് അഭിഷേകത്താൽ പൊതിഞ്ഞ 8 എൻ്റെ മക്കളെ സംരക്ഷിക്കാൻ പറ്റും. കാരണം അടിച്ച കർത്താവിനെ നന്ദി പറയും. എടാ, പാറ്റാകളെ സംരക്ഷിക്കാമെങ്കിൽ അഭിഷേകമുള്ള എൻ്റെ 8 മക്കളെ, 8 ജർമ്മൻ പ്രീസ്റ്റുകൾ. പിന്നീട് ഈ 8 പേർക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ലോകം മുഴുവൻ ഓടി നടന്ന് സാക്ഷ്യം പറയുന്നതായിരുന്നു ഇവരുടെ ജോലി. കാരണം എവിടെ ചെന്നാലും വലിയ ആൾക്കൂട്ടമാണ്. ഈ ഹിരോഷിമയിലെ ആറ്റം ബോംബിൻ്റെ അകത്തുനിന്ന് വരുന്ന അച്ഛനാണ് ഇന്ന് പ്രസംഗിക്കാൻ വരുന്നത്. വാടാ, സിക്ക് ലീവ് എടുത്ത് വാടാ എന്ന് പറഞ്ഞാൽ ഓടുന്നത്. കാരണം ആറ്റം ബോംബിൻ്റെ അകത്തുനിന്ന് ഒന്നും പറ്റാതെ എഴുന്നേറ്റ് വന്നവരാണ്. ദൈവം പറയുകയാണ്, ദൈവത്തോട് ഭക്തിയുള്ളവനും ഭക്തി ഇല്ലാത്തവനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് എന്ന് ഞാൻ നിന്നെ കാണിച്ചു തരും. പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. വിഷമിക്കേണ്ട കേട്ടാ. ഇപ്പം നിങ്ങൾ വിഷമിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ പോകുന്ന കാര്യം കൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. യേശു പറഞ്ഞു, പ്രസവ വേദന എടുക്കുമ്പോൾ സ്ത്രീക്ക് വേദനയുണ്ടെങ്കിലും കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ വേദന മാറുന്നു. ഇതുപോലെ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരുന്നു. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. ജെറമിയ 3-ാമത്തേതായിട്ട്, നാം വലുതാണെന്ന് കരുതുന്ന കാര്യങ്ങൾ ദൈവത്തിന് തീരെ നിസ്സാരമാണ്. നമ്മുടെ വിഷയം എന്തായിരുന്നു? മേഘങ്ങൾ കർത്താവിൻ്റെ കാലിലെ പൊടിയാണ്. നമ്മൾ നോക്കുമ്പോൾ മേഘം എത്ര ഉണ്ട്? വലിയ മേഘം അല്ലേ? നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ മേഘം കണ്ടിട്ടില്ലേ? മേഘത്തിൻ്റെ അകത്തോട്ട് ഫ്ലൈറ്റ് പോകുമ്പോൾ എങ്ങനെയുണ്ട്? അയ്യോ, വലിയ മേഘം. വചനം പറയാണ്, മേഘങ്ങൾ കർത്താവിൻ്റെ കാലിലെ വെറും പൊടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ പ്രശ്നങ്ങൾ ദൈവത്തിന് വെറും നിസ്സാരമാണ് എന്നാണ് ആ വചനത്തിൻ്റെ മറ്റൊരു വ്യാഖ്യാനം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജെറമിയ 32:27, ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ്. അതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം ജോബ് 42:2,
അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ല എന്നും ഞാൻ അറിയുന്നു. നിങ്ങൾക്ക് ഏബ്രഹാം ലിങ്കനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. നമ്മൾ 4ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്ന നാട്ടിലെ. ഞാൻ ഓർക്കാറുണ്ട്, ഈ മനുഷ്യൻ ആരാണ്? കേരളത്തിൽ കിടക്കുന്ന നമ്മുടെ മലയാളം മീഡിയം, നമ്മുടെ മലയാളം പാഠപുസ്തകത്തിൻ്റെ അകത്ത് 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലെല്ലാം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ മനുഷ്യനെക്കുറിച്ച് നമ്മൾ മലയാളികളെ പഠിപ്പിക്കാതെ ഗവൺമെൻറ്റുകൾ വിട്ടിട്ടില്ല. ഹല്ലേലൂയ. ഏബ്രഹാം ലിങ്കൻ്റെ സ്റ്റോറി, ഇത് ജോർജ് വാഷിങ്ടൻ്റെ സ്റ്റോറി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റോറിയാണ്. അതിന് ഏബ്രഹാം ലിങ്കൻ ഒരു വലിയ ഭക്തനായിരുന്നു കേട്ടോ. എന്തായിരുന്നു നിങ്ങൾ വായിച്ച വചനം? ദൈവത്തെ സ്നേഹിക്കുന്നവനും സ്നേഹിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ കാണിച്ചു തരികയും ചെയ്യും. ഞാൻ ഇത്രയും വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു ചിരി വരും. നിങ്ങളുടെ ദുഃഖമൊക്കെ സന്തോഷമായിട്ട് മാറും. ആദ്യം ഇന്ന് കുർബാനയിൽ അച്ഛൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ എക്സ്പ്രഷനൊക്കെ മാറി നിങ്ങൾക്ക് വലിയൊരു സന്തോഷത്തിൻ്റെ എക്സ്പ്രഷൻ വരുന്ന ഒരു കാര്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഏബ്രഹാം ലിങ്കൻ ഒരു വലിയ ഭക്തനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കുക. 1831 ജോലി നഷ്ടപ്പെട്ടു. 1832 ഇലിനോയി, US-ലെ ഇലിനോയി സ്റ്റേറ്റിലെ ലെജിസ്ലേച്ചർ ഇലക്ഷൻ്റെ അകത്ത് പരാജയപ്പെട്ടു. 1833 ബിസിനസ് തകർന്ന് തരിപ്പണമായി. 1836 നെർവസ് ബ്രേക്ക് ഡൗൺ വന്ന് ഡിപ്രഷനായി. 1836 ഇലിനോയി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. 1843 US കോൺഗ്രസ് നോമിനേഷനിൽ പരാജയപ്പെട്ടു. 1848 റീനോമിനേഷനിലും പരാജയപ്പെട്ടു. 1854 US സെനറ്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. 1856 റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. 1858 US സെനറ്റിൽ വീണ്ടും പരാജയപ്പെട്ടു. നിങ്ങളാണ് ദൈവത്തിൻ്റെ പുറകെ പോകുമോ? അദ്ദേഹം വീണ്ടും ഒരു വട്ടനെ പോലെ പുറകെ പോയി. അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയ വചനം ഏതാണെന്നറിയാമോ? നമ്മൾ വായിച്ചതാ, മലാക്കി 3:18. ദൈവത്തെ സ്നേഹിക്കുന്നവനും സ്നേഹിക്കാത്തവനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇനി കേട്ടോ, ലാസ്റ്റ് 1860 അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. US-ന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. എൻ്റെ പൊന്നെ, 14 വമ്പൻ പരാജയങ്ങൾ. ദൈവം സ്വർഗത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏബ്രഹാം ലിങ്കൻ മലാക്കി 3:18 പൊക്കിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവനും സ്നേഹിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഏബ്രഹാം ലിങ്കൻ നീ അറിയും. There is a difference between my devotee and an atheist. വ്യത്യാസമുണ്ട്. ദൈവത്തെ വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. 14 വമ്പൻ പരാജയങ്ങൾക്ക് ശേഷം ലോകം ഏറ്റവും ആദരിക്കുന്ന ഒരു പോസ്റ്റിലേക്ക് ദൈവം അദ്ദേഹത്തെ കൊണ്ടുവന്നു. തീർന്നില്ല. അടിമത്ത സമ്പ്രദായം, പൗലോസ്ലിഹായ്ക്കും പത്രോസ്ലിഹായ്ക്കും പോലും പറ്റാതിരുന്ന ഒരു കാര്യം, അടിമത്ത സമ്പ്രദായം പരിപൂർണമായി നിർത്തലാക്കാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈ പ്രസിഡന്റിനെ ഉപയോഗിക്കുകയാണ്. കരമടിച്ച് കർത്താവിന് നന്ദി പറയുക. വലിയൊരു ദൗത്യത്തോടു കൂടി ദൈവം അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യാണ്. പ്രിയപ്പെട്ടവരെ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കറുത്തവർഗക്കാരായ ആഫ്രിക്കക്കാരെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് പശുവിനെയും കാളയും കെട്ടിയിട്ടിരിക്കുന്നത് പോലെ കെട്ടിയിട്ട് ലേലം വിളിച്ചു വിറ്റിരുന്ന സിസ്റ്റം ഇല്ലാതാക്കാൻ ദൈവം തെരഞ്ഞെടുത്ത അത്ഭുത പാത്രമാണ് അദ്ദേഹം. പ്രൈസ് ദി ലോർഡ്. ഞാൻ സത്യം പറയാം, വചനം പറയുന്ന എനിക്ക് ഇതുപോലെ 14 തലക്കിട്ടടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് ഉണ്ടോ എന്ന് തന്നെ നമുക്കൊരു സംശയം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കും, അവനോടും അവളോടും ഒക്കെ ഇഷ്ടം ഉണ്ടായിരിക്കും, പക്ഷെ എന്നോട് ഏതായാലും അദ്ദേഹത്തിന് ഇഷ്ടമില്ല. ഇങ്ങനെ വിചാരിക്കാനാണ് സാധ്യത. ഏബ്രഹാം ലിങ്കൻ മലാക്കി 3:18 ഇന്ന് എനിക്ക് എല്ലാ ദിവസവും കിടക്കാൻ നേരത്ത് വായിച്ചിട്ട് കിടക്കണം കേട്ടോ. മലാക്കി ഓർക്കാൻ എളുപ്പമാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകം അവസാനത്തെ അധ്യായം, അവസാനത്തെ വാക്യം, ബുക്ക് അവസാനിക്കുന്നു. അവസാനത്തെ അധ്യായം, അവസാനത്തെ വാക്യം. ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വചനത്തിലാണ്. ഹല്ലേലൂയ. ഞാൻ 2006 എൻ്റെ ജോലി വിട്ടതാണ് കേട്ടോ. ഡോക്ടറായിട്ട് പ്രാക്ടീസ്, മെഡിക്കൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. 2006 ഈ ജോലി വിട്ടതാണ്. അനേക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വചനത്തിൻ്റെ ശക്തി, എല്ലാ വചനത്തിനും ശക്തിയുണ്ട്, പക്ഷെ ഈ വചനത്തിൻ്റെ ശക്തി ഒരു ശക്തി തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവനും സ്നേഹിക്കാത്തവനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. 14 വമ്പൻ പരാജയത്തിന് ശേഷം ലോകം ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു അത്ഭുത വിജയത്തിലേക്ക് ദൈവം അദ്ദേഹത്തെ കൊണ്ടുവരികയാണ്.
പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനം. കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം പെട്ടെന്ന് വരുന്നുണ്ട്, തളർന്നു പോകരുത് എന്ന് ദൈവം നിങ്ങളോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട്, ഈ ലോകത്തെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളിലൂടെ പാപത്തിൽ കഴിയുന്ന മനുഷ്യരെ ദൈവം തന്നിലേക്ക് വിളിക്കുന്നു, തന്നിലേക്ക് ദൈവം ആകർഷിക്കുന്നു. ലോകത്തെ ഭയപ്പെടുത്തുന്ന സംഭവം 4-മത്തത്, അതിലൂടെ പാപികളെ ആകർഷിക്കുന്നു. ഞാൻ 2 ഉദാഹരണം പറയാം. 2001 സെപ്റ്റംബർ 11 ഓർമ്മയുണ്ടോ? എന്താണ് സംഭവിച്ചത്? 2001 സെപ്റ്റംബർ 11 എന്താണ്? സെപ്റ്റംബർ 11 എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണല്ലോ. എന്താണ് സെപ്റ്റംബർ 11? തീവ്രവാദികൾ US-നെ ആക്രമിച്ചു, US-നെ നാണം കെടുത്തി. അവരുടെ 2 ട്വിൻ ടവർ, അഭിമാനമായിരുന്ന ട്വിൻ ടവർ ഫ്ലൈറ്റ് ഇടിച്ച് തകർത്ത് കളഞ്ഞു. 3000 പേര് മരിച്ചു, 6000 പേർക്ക് പരിക്കുപറ്റി. വലിയ ഒരു ഭയപ്പെടുത്തുന്ന സംഭവമാണ്. പക്ഷേ നിങ്ങൾക്ക് സംഭവിച്ചെന്താണെന്നറിയാമോ? അടുത്ത ഞായറാഴ്ച, ഈ സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത ഞായറാഴ്ച, എന്നും പള്ളിയിൽ വരുന്നവർ ഞായറാഴ്ച പള്ളി വന്നപ്പോൾ സീറ്റില്ല. നടന്ന സംഭവമാണ്. സാധാരണ 8 മണിയുടെ കുർബാനയ്ക്ക് 8-5 ഉള്ളപ്പോൾ വരുന്നവരുണ്ടല്ലോ, വന്ന് അകത്ത് കയറി. നിങ്ങൾ മിക്കവരെയും കണ്ടിട്ടില്ലേ? സെയിം സീറ്റിലൊക്കെയാണ് നമ്മൾ മിക്ക ആൾക്കാരും പോയി പള്ളിയുടെ അകത്തൊക്കെ ഇരിക്കുന്നത്. ഒരേ സീറ്റിൽ അങ്ങനെ ഇരിക്കും. അതങ്ങനെയാണ്. ഇവർ പള്ളി കയറാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ പള്ളിയിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാരെല്ലാം 7:30 ആയപ്പോഴേ പള്ളിയുടെ അകത്ത് വന്ന് പള്ളി നിറഞ്ഞിരിക്കുകയാണ്. ഇത് അമേരിക്കയിലെ മുഴുവൻ ചർച്ചുകളിലും ഇത് അന്നത്തെ ഒരു വാർത്തയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പള്ളിയിൽ കയറാതിരുന്ന ആശാന്മാർ മുഴുവൻ പള്ളിയുടെ അകത്ത് ഓടിക്കേറിയ സംഭവമായി പോയി. ഈ മൊത്തം എണ്ണത്തെയും ആകർഷിച്ചു. എസെക്കിയേൽ പ്രവാചകനിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, പാപിയുടെ മരണത്തിൽ ഞാൻ ആഹ്ലാദിക്കുന്നുണ്ടോ? നോ 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 നോ, അവൻ തിരിച്ചു വരുന്നതിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, തീവ്രവാദികളാണ് ചെയ്തതെങ്കിലും നരകത്തിലോട്ട് പോയിക്കൊണ്ടിരുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ കർത്താവിന് അടുത്ത ഞായറാഴ്ച പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. പാപികൾ തിരിച്ചു വന്നു. നമ്മുടെ നാട്ടിലും ഉണ്ടായി രസം കേട്ടോ. നിങ്ങൾ ഗുജറാത്ത് ഭൂകമ്പം കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ അത് പാലായിൽ ഞാൻ ധ്യാനിപ്പിച്ചിട്ട് വീട്ടിൽ പോയതേ ഉള്ളൂ. അതിൻ്റെ അടുത്ത ദിവസമാണ് ഈ ഗുജറാത്തിൽ ഭൂകമ്പം വരുന്നതിന് മുമ്പ് പാലാ കുലുങ്ങി. പാല എന്ന് വെച്ചാൽ പാലാ ഈരാറ്റുപേട്ട ഭാഗം കുലുങ്ങി എന്ന് പറഞ്ഞാൽ ആരും മരിച്ചില്ല. നല്ല വിള്ളലുകൾ കണ്ടു. ദൈവം സംരക്ഷിച്ചു കേട്ടോ. അതാണ് എൻ്റെ ഉത്തരം. ഞാനതിൽ കൂടുതൽ കടക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണമുണ്ട്. അന്ന് രാത്രി അവിടെ ഒരു കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് നൈറ്റ് വിജിൽ നടത്തുന്നുണ്ടായിരുന്നു. അവർ രാത്രി മുഴുവൻ ഇരുന്ന് പാലായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അവർ തലേ രാത്രി തൊട്ട് പിറ്റേ രാത്രി വരെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പാലായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭൂമി കുലുക്കം വരുന്നത്. പാല ഒന്ന് കുലുങ്ങി അവസാനം ഗുജറാത്തിൽ പോയി അത് അടിച്ചു. അവിടെ ആരും പ്രാർത്ഥിക്കാനില്ലായിരുന്നു കാണും, എനിക്കറിയില്ല. എനിവേ നൈറ്റ് വിജിൽ രാത്രി മുഴുവൻ പ്രാർത്ഥന. ചെറിയ പ്രാർത്ഥനയല്ല, 1 മണിക്കൂർ പ്രാർത്ഥനയല്ല, 12 മണിക്കൂർ പ്രാർത്ഥനയാണ് ഒരു ദേശത്തിന് വേണ്ടി നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പാല ഒന്ന് കുലുങ്ങി, ചേട്ടന്മാരും ഒന്ന് കുലുങ്ങി. ഹല്ലേലൂയ. അന്ന് നമ്മുടെ ജോസഫ് പുത്തമ്പുര അച്ഛനാണ്, തമാശ പറയുന്ന ജോസഫ് പുത്തമ്പുര അച്ഛനാണ് അസീസി പാല ഭരണങ്ങാന അസീസി ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ. അച്ഛൻ രാവിലെ പല്ലുമൊക്കെ തേച്ച് വന്ന് പതുക്കെ ആശ്രമത്തിൻ്റെ വാതിൽ എന്തോ ഒരു ബഹളം കേട്ടു നോക്കപ്പോൾ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചേട്ടന്മാരുടെ വലിയൊരു ക്യൂ നിൽക്കുകയാണ്. അച്ഛൻ ചോദിച്ചു, എന്നാ പറ്റി? എല്ലാം കൂടി ഇങ്ങോട്ട് വരാൻ കാര്യം എന്തോ? ഒന്ന് കുമ്പസാരിക്കണോ വെച്ചോ, എപ്പോഴാ താന്നു പോകുന്നെന്ന് അറിയത്തില്ലല്ലോ. ഒന്ന് കുമ്പസാരിക്കണോ വെച്ചോ, എപ്പോഴാണ് താപ്പോട്ട് പോകുന്നെന്ന് അറിയത്തില്ല. അച്ഛൻ ചോദിച്ചു, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഒന്നും പറ്റിയില്ലെന്നേ ഉള്ളൂ. ഇന്നലെ രാത്രി നന്നായിട്ടൊന്ന് കുലുങ്ങി. കിടന്ന കട്ടിലും 2 നില വീടും സകല കാര്യങ്ങളും ഒന്ന് കുലുങ്ങി. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. ജോസഫ് അച്ഛൻ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കുമ്പസാരം കേട്ടത് ഭൂമി കുലുങ്ങിയതിൻ്റെ പിറ്റേ ദിവസത്തെ കുമ്പസാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കള്ളക്കുമ്പസാരം പോലും കുമ്പസാരിക്കാതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആഴത്തിൽ നിന്ന് വന്ന കുമ്പസാരം. ഇതുപോലെ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഒരു തിരുവല്ലയിലെ മാർത്തോമാക്കാരൻ ചേട്ടൻ സോഷ്യൽ മീഡിയയിലിട്ട ഒരു കത്ത് ഞാൻ വായിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ഭയങ്കര പുച്ഛമാണ്. നിങ്ങൾക്കറിയാമല്ലോ, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ചിലർക്ക് ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരെയൊക്കെ കാണുമ്പം ഇങ്ങനെ നോക്കിച്ചും പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ തുറന്നു പറയാണ്, ചേട്ടൻ അങ്ങനത്തെ ഒരാളായിരുന്നു. ഈ പഠിത്തമില്ലാത്തവനൊന്നും നമ്മുടെ അടുത്തോട്ട് വരാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 10ാം ക്ലാസ് പാസ്സാകാത്തവൻ എൻ്റെ അടുക്കൽ വരാൻ പാടില്ല എന്നുള്ള ഒരു ധാർഷ്ട്യമുള്ള ചേട്ടനാണ്.
ചേട്ടൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ പ്രളയം വരുന്നത്. 2008 പ്രളയം വരികയാണ്. പ്രളയം വന്ന ചേട്ടൻ, തിരുവല്ലക്കാരൻ ചേട്ടൻ, മാർത്തോമാക്കാരൻ ചേട്ടൻ, വെള്ളം പൊങ്ങി ചേട്ടൻ വീടിൻ്റെ 2ാം നിലയുടെ മുകളിൽ കയറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, വെള്ളം അവിടെ നിന്നും പൊങ്ങി 2ാം നിലയുടെ മുകളിലേക്ക് കയറുകയാണ്. ചേട്ടന് മനസ്സിലായി ജീവിതം അവസാനിച്ചു. ചേട്ടൻ്റെ MAയും PhDയും ഡോക്ടറേറ്റും അടക്കം സകല സാധനങ്ങളും IAS ഉണ്ടെങ്കിൽ അതും അടക്കം വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകാൻ ഇനി അവിടെ കിടന്ന് കാറിക്കൂവി ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അദ്ദേഹം മരണത്തെ കണ്ട് ഞെട്ടി വിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരുമല്ലാത്ത, സ്കൂളിൽ പോയിട്ടില്ലാത്ത മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങൾ, ഉടുപ്പ് പോലും ഇടാൻ ശരിക്കും അറിയാത്തവർ, ഒരു മുണ്ടും മടക്കി കുട്ടി തോർത്തു കൊടുത്ത് വളരെ വേഗത്തിൽ പാഞ്ഞ് വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഒരു മനുഷ്യൻ്റെ തലവട്ടം 2ാം നിലയുടെ മുകളിൽ കണ്ടിട്ട് ആ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി പാഞ്ഞു വരികയാണ്. അവർ ഈ കുത്തൊഴുക്കിനെ അതിജീവിച്ചുകൊണ്ട്, ഇയാൾക്ക് മുകളിലിരുന്നപ്പോൾ തോന്നി ഇവർ മുഴുവൻ മുങ്ങിപ്പോകും, അതുപോലെ വെള്ളം പോവുകയാണ്. പക്ഷെ അവർ അതിനെ അതിജീവിച്ച് ജീവൻ പണയം വെച്ച് ഈ 2ാം നിലയുടെ മേളിലേക്ക് വള്ളവും കൊണ്ടുവന്ന് ഈ ചേട്ടനെ വാരി പൊക്കിയെടുത്ത് വള്ളത്തിലിട്ട് അവർ തിരിച്ചു കൊണ്ടുവന്ന് കരയ്ക്കിറങ്ങി. ചേട്ടൻ ചെയ്ത് എന്നാന്നറിയാമോ? ഇതിൻ്റെ 6 മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്നു. 6 എണ്ണത്തെയും കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് ഉമ്മ കൊടുക്കുകയാണ്. വാരിപ്പുണർന്ന് ഉമ്മ. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതി, വിദ്യാഭ്യാസമില്ലാത്തവരോടുള്ള പുച്ഛം എന്ന എൻ്റെ പാപം അന്നത്തോടുകൂടി എന്നേക്കുമായിട്ട് അവസാനിച്ചു. ഹല്ലേലൂയ. ഉച്ചത്തി പറഞ്ഞ മക്കളെ, ഹല്ലേലൂയ. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. ദൈവത്തിൻ്റെ വചനം പറയാണ്, എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവിൻ എന്ന വചനം ദൈവം അന്നെ നന്നായിട്ട് പഠിപ്പിച്ചു. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഇതുപോലത്തെ ചില പാപമൊക്കെ ആയിരിക്കും നമ്മുടെ ഗ്രേസ് കളയുന്നത് കേട്ടോ. ചിലപ്പം ചിലർക്ക് നമ്മളെക്കാൾ എന്തെങ്കിലുമൊക്കെ കുറവുള്ളവരോട് പുച്ഛമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കാളും ഇച്ചിരി കൂടുതലുള്ളവരോടാണ് ഭയങ്കര റെസ്പെക്റ്റ്. നമ്മളെക്കാൾ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞിരിക്കുന്നവരോട് നമുക്ക് വലിയ കാര്യമില്ല. ദൈവത്തിൻ്റെ വചനം പറയാണ്, എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവിൻ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വചന ശുശ്രൂഷ അവസാനിക്കാം. സൂര്യനെ മറയ്ക്കാൻ മേഘത്തിന് കഴിയും. സൂര്യനെ മറയ്ക്കാൻ കാർമേഘത്തിന് കഴിയും. ഹല്ലേലൂയ. ഇതൊരു സത്യമാണ്. കേൾക്കാൻ സുഖമല്ല. നീതി സൂര്യനാണ് യേശു ക്രിസ്തു. ദൈവം നമ്മുടെ മുമ്പിൽ അയച്ച സൂര്യനാണ്. പക്ഷെ സൂര്യനെ മറയ്ക്കാൻ കാർമേഘത്തിന് കഴിയും. നിന്റെ പാപങ്ങൾ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിൽ നമ്മുടെ കേരളത്തിലെ, സ്ഥലം ഞാൻ പറയുന്നില്ല, ഒരു എഞ്ചിനീയർ പയ്യൻ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറയാണ്, എവിടെ ചെന്നാലും ജോലി കിട്ടത്തില്ല, ലാസ്റ്റ് മൊമെൻറ്റിൽ തള്ളിക്കളയും. അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഗ്രൂപ്പിൽ കർത്താവ് ഒരു സന്ദേശം തന്നത്, ഇത് വളരെ 2001 കാര്യമാണ്, 2001 ഈ അവൻ്റെ അലമാരുടെ അകത്ത് മുഴുവൻ ഈ പോണോഗ്രാഫിയുടെ CD ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കർത്താവ് കാണിക്കുകയാണ്. അവനോട് ചോദിച്ചു, സത്യമാണോ? അവൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു, സത്യമാണ്, ഞാനിതിൻ്റെ ഒരു അഡിക്റ്റാണ്. അവനോട് ചോദിച്ചു, ഇത് ഉപേക്ഷിക്കാമോ? അവൻ പറഞ്ഞു, ഉപേക്ഷിക്കാം ഡോക്ടറെ. ഇത് കത്തിച്ച് നശിപ്പിച്ച് കളയാമോ? അവൻ പറഞ്ഞു, കത്തിച്ച് നശിപ്പിച്ച് കളയാം. വാക്ക് തന്നു. അവനിത് മുഴുവൻ കൊണ്ടുപോയി ഒരു ചാക്കിൻ്റെ അകത്താക്കി കെട്ടി നശിപ്പിക്കാൻ വേണ്ടി അവൻ കാറെടുത്ത് ബീച്ചിൽ ചെല്ലുകയാണ്. ആരും കാണാത്ത സമയത്ത് അവനിത് കടലിലേക്ക് ഈ ചാക്ക് ഇതെല്ലാം ചവിട്ടി കൂട്ടി പൊട്ടിച്ചിട്ട് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവൻ തിരിച്ച് കയറി വരുമ്പോൾ അവൻ്റെ ഫോൺ, അന്ന് ഈ നമ്മുടെ ഈ സാംസങ്ങിൻ്റെ ആപ്പിളിൻ്റെ ഫോണല്ലേ, കുഞ്ഞ് ഫോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ഡിസ്പ്ലേ ഒന്നും വലുതായിട്ട് ജസ്റ്റ് നമ്പർ മാത്രം ഇങ്ങനെ കാണാം. നമുക്ക് യൂട്യൂബ് ഒന്നും കാണാൻ പറ്റത്തില്ല. ആദ്യത്തെ മോഡൽ ടൈപ്പ് കുഞ്ഞ് ഫോണാണ് അത്. അത് അദ്ദേഹത്തിൻ്റെ ഫോൺ അടിക്കുകയാണ്, റിങ് ചെയ്യുകയാണ്. അദ്ദേഹം അത് എടുക്കാൻ നേരത്ത് അദ്ദേഹം ലാസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത ഇൻ്റർവ്യൂ, ജോലിയുടെ കമ്പനിയിൽ നിന്നും അദ്ദേഹത്തിന് ഫോൺ വരികയാണ്. നിനക്ക് മറ്റന്നാൾ രാവിലെ 10 മണിക്ക് ഇൻ്റർവ്യൂവിന് വരാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഇൻ്റർവ്യൂ, ഒരു ഫോൺ കോളാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ സംഭവിച്ച കാര്യമാണ്. അവൻ്റെ ജീവിതത്തിൽ സൂര്യനെ മറച്ച് കളഞ്ഞത് അവൻ്റെ തന്നെ കാർമേഘമാണ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ ഈ ബൾബുകൾ കേരളത്തിൽ വരുന്നതിന് മുമ്പ് റാന്തൽ വിളക്ക് കണ്ടിട്ടുണ്ടോ? ഞാനൊക്കെ നഴ്സറിയിലൊക്കെ പഠിക്കുമ്പം, 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം വീട്ടിൽ റാന്തൽ വിളക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഗ്ലാസ് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഗ്ലാസ് അമ്മച്ചിമാർ കഴുകും. നല്ല കഴുകിയിട്ടാണ് അത് വയ്ക്കുന്നത്. കാരണം അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊത്തം കരി പിടിച്ചിരിക്കും. കാര്യം എന്താണ്? ഈ കരിയോടെ വയ്ക്കുകയാണെങ്കിൽ വെളിച്ചത്തെ മറയ്ക്കാൻ ഈ കരിക്ക് സാധിക്കും. ശരിയല്ലേ? ഇതുപോലെയാണ് സൂര്യനെ മറയ്ക്കാൻ കാർമേഘത്തിന് കഴിയും. സോ അനുഗ്രഹത്തിൻ്റെ സൂര്യനെ ഏതെങ്കിലും കാർമേഘങ്ങൾ മറയ്ക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും കണ്ടിട്ടുള്ളത് ക്ഷമയുടെ പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. ചിലരോട് നമുക്കൊരു അസ്വസ്ഥതയാണ്, നമ്മൾ അതും കൊണ്ടിങ്ങനെ നടക്കുകയാണ്.
ഒരു വല്ലാത്ത ഒരു 1000 കിലോ ഭാരവും കൊണ്ടാണ് ആൾക്കാർ നടക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഡോക്ടർ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. വേറൊരു ഡോക്ടറിനോട് ഈ ഡോക്ടർ സംസാരിക്കുമ്പോൾ ആ ഡോക്ടർ പറയാണ്, 40 കൊല്ലം മുമ്പ് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ കാര്യം ഇപ്പോഴും ക്ഷമിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. 40 കൊല്ലം മുമ്പ് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള കാര്യം പോലും ഈ 40 കൊല്ലമായിട്ട് ഇത് ക്ഷമിക്കാതെ ഈ സാധനവും കൊണ്ട് നടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് 40 ക്രിസ്മസ്, 40 ദുഃഖവെള്ളി, 40 ഈസ്റ്റർ, ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് കടന്നുപോയി. എത്രയോ ധ്യാനങ്ങൾ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ചിന്തിക്കണം, ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ചിന്തിക്കണം, ആരോടെങ്കിലും വെറുപ്പുണ്ടോ എന്ന് മാത്രം. ഞാൻ വേറെ കൂടുതൽ പാപത്തിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഈ ഒരു ഒറ്റ കാര്യം നിങ്ങൾ ക്ലിയർ ആകും. പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും എന്നെ തന്നെ പരിശോധിക്കുന്നത് അത് മാത്രമാണ്. സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് കർത്താവ് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു അസ്വസ്ഥതയുണ്ടോ അത് മാത്രം ശരിക്ക് ചെക്ക് ചെയ്യും. അത് കർത്താവിനോട് ഏറ്റുപറയും. തെറ്റിപ്പോയി എന്ന് പറയുന്നു, കടന്നു വരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ കാർമേഹം സൂര്യനെ മറച്ചു കളയും. നമ്മുടെ ജീവിതത്തിലെ ചില കാർമേഹങ്ങൾ കർത്താവിൻ്റെ സൂര്യനെ മറച്ചു കളയാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളെ, അബദ്ധം പറ്റരുത്. നമുക്ക് അബദ്ധം പറ്റരുത്. നമുക്ക് കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ തിരുവചനം. ഹല്ലേലൂയ. ദൈവമേ, നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ സഹോദരങ്ങളെ? ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. വലിയൊരു വിടുതലുമായിട്ട് മാത്രമേ ഇന്ന് നിങ്ങൾ പോകണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഞാൻ നാട്ടിൽ നിന്ന് വന്നത്. ഫ്ലൈറ്റിൽ ആക്ച്വലി ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒത്തിരി നേരം. കാരണം ഇന്ന് കടന്നു വരുന്ന സകലരും അനുഗ്രഹം പ്രാപിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഓരോ സെക്കൻഡ് സാറ്റർഡേയിലും ഇവിടെ അത് സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നും അത് തന്നെ സംഭവിക്കട്ടെ. ഈശോയെ, കടന്നു വന്നവർ സ്വർഗീയ സന്തോഷവും സമാധാനവും നിറഞ്ഞ് ആരോടും വെറുപ്പില്ലാത്തവരായിട്ട് മടങ്ങിപ്പോകാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഹാ 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 ഹല്ലേലൂയ എന്ന ഗാനം നമ്മൾ പാടി ഒന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. എല്ലാ വെറുപ്പ്, വാശി, വൈരാഗ്യങ്ങളും ഹൃദയത്തിൽ നമുക്കിപ്പോൾ പരിശുദ്ധാത്മാവ് ചിലരുടെ മുഖം കൊണ്ട് കാണിക്കും. ചിലരുടെ ഫേസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ചില ഓർമ്മകൾ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. ദ്രോഹിച്ചവരായിരിക്കാം, സൽപ്പേര് കളങ്കപ്പെടുത്തിയവരായിരിക്കാം, സാമ്പത്തികമായി തകർത്തവരായിരിക്കാം, നമ്മളെ ദുരുപയോഗിച്ചവരായിരിക്കാം, പേര് കളഞ്ഞവരായിരിക്കാം, നമ്മുടെ ശുശ്രൂഷയെ തകർത്തവരായിരിക്കാം. ആരോ ആയിക്കോട്ടെ, നമ്മളെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് വേദനിപ്പിച്ചവരായിരിക്കാം. ക്ഷമിക്കുക, എല്ലാവരോടും ക്ഷമിക്കുക. ഓർമ്മ വരുന്ന എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട് കർത്താവെ ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയുക. ക്ഷമിക്കുന്നു എന്ന് പറയുക. ദൈവത്തിൻ്റെ വലിയ ശക്തി. 2 കരവും ഉയർത്തി എന്ന് വിളിക്കാമോ മക്കളെ? യേശുവേ എന്നൊന്ന് വിളിച്ച്, യേശുവേ. ചേർന്ന് പാടി. ഹല്ലേലൂയ.
ഉറങ്ങുന്ന നേരം വാനെങ്ങും മുഴങ്ങി ഒരാനന്ദഗാനം സർവേശപുത്രൻ ജനിച്ചു. മഞ്ഞു പൊടിയുന്ന ഭൂവെല്ലാം ഉറങ്ങുന്ന നേരം വാനെങ്ങും മുഴങ്ങി ഒരാനന്ദഗാനം സർവേശപുത്രൻ ജനിച്ചു. ചേർന്ന് പാടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ഇന്ന് വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു, മേഘങ്ങൾ കർത്താവിൻ്റെ കാലിലെ പൊടിയാണ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലിയവനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നാം അത്ഭുതത്തോടെ നോക്കുന്ന, ഫ്ലൈറ്റിൽ പോകുമ്പോൾ പോലും അത്ഭുതപ്പെട്ട് നോക്കുന്ന ഈ വലിയ മേഘം കർത്താവിൻ്റെ കാലിലെ വെറും പൊടിയാണ്, ഡസ്റ്റാണെന്ന് പറയുകയാണ്. അത്രയ്ക്ക് നിസ്സാരമായിട്ട്, അത്രയ്ക്ക് ഒരു ഡസ്റ്റിൻ്റെ അത്രയേ ഉള്ളൂ. ദൈവം വലിയവനാണ്. നമ്മുടെ പ്രശ്നങ്ങളും ദൈവത്തിന് ഇതുപോലെ തന്നെയാണ്. ദൈവത്തോട് സ്നേഹമുള്ളവനും സ്നേഹമില്ലാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തോട് അനുസരണമുള്ളവനും അനുസരണമില്ലാത്തവനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ദൈവത്തോട് ഭക്തിയുള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. കാർമേഘത്തിന് സൂര്യനെ മറച്ചു കളയാനായിട്ട് സാധിക്കും. പാപത്തിന് ദൈവത്തിൻ്റെ മുഖത്തെ നമ്മിൽ നിന്നും മറച്ചു കളയാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചതിൻ്റെ രത്ന ചുരുക്കം. 14 വമ്പൻ പരാജയങ്ങൾക്ക് ശേഷം എല്ലാം നഷ്ടപ്പെട്ട് തകർന്നിരുന്ന എബ്രഹാം ലിങ്കൻ എന്ന ചെറുപ്പക്കാരനെ US-ന്റെ പ്രസിഡൻഷ്യൽ കസേരയിലേക്ക്, ചെയറിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉയർത്തുന്നതും നമ്മൾ ഇന്ന് വചന ശുശ്രൂഷയുടെ ഇടയ്ക്ക് ഒരു ഇല്ലസ്ട്രേഷൻ പോലെ നമ്മൾ ഇന്ന് കേൾക്കുകയുണ്ടായി. നിങ്ങളുടെ ജീവിതത്തിലും അനേക നാളത്തെ പരാജയത്തിന് ശേഷം ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും തരുന്ന, സന്തോഷവും രക്ഷയും തരുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിന് നിങ്ങളെ ഉയർത്താനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം പാടിയ ഗാനം ഒരിക്കൽ കൂടി നമ്മൾ പാടുകയാണ്. ഇപ്പോൾ നമ്മളത് നിന്നുകൊണ്ട് പാടുകയാണ്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ദൈവം ചെയ്യാൻ പോകുന്നു. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലെ വചനമാണ്. നിങ്ങൾക്കറിയാം, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നമ്മുടെ ഇടയിൽ ദൈവം ചെയ്യാൻ പോകുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് 4 മണിക്ക് മുൻപായിട്ട് തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും അത് ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ വലതുകരമുയർത്തി ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞ മക്കളെ, ഹല്ലേലൂയ. എബ്രഹാം ലിങ്കനെ ഉയർത്തിയ ദൈവം നിങ്ങളെയും അനുഗ്രഹിച്ച് ഉയർത്തും എന്ന് വിശ്വസിക്കുന്നവർ വലതുകരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഡോക്ടർ എബ്രഹാമിനെ അത്ഭുതകരമായിട്ട് ക്യാൻസർ മൂലം വിഷമിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ തൊട്ടിലിൻ്റെ അരികിലേക്ക് ഒരു ഫ്ലൈറ്റിൻ്റെ എൻജിൻ കേടായതിൻ്റെ പേരിൽ കാർ ഡ്രൈവ് ചെയ്ത് രാത്രിയിൽ എത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള വിശ്വാസമുള്ള മക്കൾ വലതുകരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ. 2 കരമുയർത്തി എന്ന് വിളിച്ച് യേശുവേ. കരമടിച്ച് പാടാം, കരമടിച്ച് സന്തോഷത്തോടെ വിശ്വാസത്തോടെ. ഗ്ലോറി. ബഥേലിൽ ഇംഗ്ലണ്ടിലെ മക്കൾ എല്ലാവരും ഗ്ലോറി. ദൈവം ചെയ്യാൻ പോകുന്നു. സമ്മതിക്കാത്ത പ്രവൃത്തിയും
പോകുന്നു. അതിശയമെന്ന് ജനം പറയും, മേഘത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും, മേഘത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴലിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴലിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. മാറിപ്പോകാത്ത ഒരു വലിയ കൈകളെ നിന്റെ മാറി തീരിക്കൊണ്ട് ദൈവ പൈതലേ. മാറിപ്പോകാത്ത ഒരു വലിയ കൈകളെ നിന്റെ മാറി തീരിക്കൊണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ല് മാറി കരളിൽ കൃപ നിറയും. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ മാറി കരളിൽ കൃപ നിറയും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കാത്ത
പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ 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 യേശു ഒരു പ്രവൃത്തി ചെയ്യും. കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയും. തക്കവിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. കടമറ പൊട്ടിക്കാൻ എന്നെ നയിച്ചിടും. ഇടവും കലവും ദൂതന്മാർ എന്നെ നയിച്ചിടും. കടമറ പൊട്ടിക്കാൻ വിശ്വാസത്തോടെ ഇടവും കലവും ദൂതന്മാർ എന്നെ നയിച്ചിടും. ഇടവും ഫലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. കടവറ പൊട്ടിക്കാൻ എന്നെ നയിച്ചിടും. ഇടവും ഫലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. കടവറ പൊട്ടിക്കാൻ എന്നെ നയിച്ചിടും. ഇടവും ഫലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
തിരുവചനം കേട്ട് പരിശുദ്ധാത്മാവിൽ മുങ്ങി നിൽക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർക്കണമേ. കർത്താവേ, ഉണ്ണിയേശുവിനെ കണ്ട ആ 3 ജ്ഞാനികൾ അവർ വന്ന വഴിയെ അല്ല തിരികെ പോയത്. ഇന്ന് ബഥേൽ ഓഡിറ്റോറിയത്തിൽ വന്നവർ വന്ന വഴിയെ അല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും വഴിയിലൂടെയാണ് അവർ മടങ്ങിപ്പോകാൻ പോകുന്നത്. അവർ വന്നത് സങ്കടത്തിൻ്റെ വഴിയിലൂടെയാണ്, രോഗത്തിൻ്റെ വഴിയിലൂടെയാണ്, കഷ്ടതയുടെയും ഞെരുക്കത്തിൻ്റെയും സഹനത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും ഏകാന്തതയുടെയും വഴിയിലൂടെ അവർ വന്നു. അവർ ഇന്ന് 4 മണിക്ക് മടങ്ങി പോകുന്നത് അനുഗ്രഹത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വഴിയിലൂടെ. 2 കരവും ഉയർത്തി ഒന്ന് വിളിച്ചേ മക്കളെ, യേശുവേ, ആ പരിശുദ്ധമായ നാമത്തെ, ആരാധനേ, യേശുവേ ആരാധനേ. മാലാഖമാരുടെ അകമ്പടിയോടെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമേ, യേശുവേ, വെള്ളക്കുതിരയുടെ പുറത്തിറങ്ങി വരുന്ന വചനമേ, യേശുവേ, 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 രാജാധിരാജനേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. തിരകളുയരുമ്പോൾ, തീരം മങ്ങുമ്പോൾ, തോണി തുഴഞ്ഞു തളരുമ്പോൾ, തിരകളുയരുമ്പോൾ, തീരം മങ്ങുമ്പോൾ, തോണി തുഴഞ്ഞു തളരുമ്പോൾ, മറ്റാരുമാരുമില്ലാശ്രയം വാതിൽ മുട്ടുന്നു ഞങ്ങൾ, തുറക്കില്ലേ വാതിൽ മുട്ടുന്നു ഞങ്ങൾ, തുറക്കില്ലേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. Anointing, 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 anointing. കാലിത്തൊഴുത്തിലും കാനായിലും കടലയിലും കാൽവരിയിലും കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലൊച്ച കേട്ടു ഞങ്ങൾ. ഇന്ന് ബഥേൽ ഓഡിറ്റോറിയത്തിൽ അങ്ങയുടെ കാലൊച്ച ഞങ്ങൾ കേട്ടു, അങ്ങയുടെ വചനം ഞങ്ങൾ കേട്ടു.
ദൈവഭക്തിയുള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഉറപ്പിച്ച അങ്ങയുടെ ശബ്ദം ഞങ്ങൾ കേട്ടു. കാലൊച്ച ഞങ്ങൾ കേട്ടു. 14 പരാജയത്തിന് ശേഷവും ഉയർത്താൻ കഴിയുന്ന അങ്ങയുടെ ശക്തി ഞങ്ങൾ കണ്ടു, അനുഭവിച്ചു. ആ കാലൊച്ച ഞങ്ങൾ കേൾക്കുന്നു. ബഥേൽ ഓഡിറ്റോറിയത്തിലൂടെ നടക്കുന്ന കർത്താവിൻ്റെ കാലടി ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ മുട്ടുന്ന കർത്താവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാൻ പ്രിയപ്പെട്ടവര്, ഓർമ്മയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന സകല പാപങ്ങളെയും ഓർത്താഴത്തിൽ നമുക്ക് അനുദമിക്കാം. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക, എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ വീട്ടിൻ്റെ അകത്ത് തന്നെ ഉള്ളവരോടായിരിക്കും നമ്മൾ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഒരു വീട്ടിൻ്റെ അകത്ത് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചാൻസ് കൂടുതലാണ്, മക്കളും മാതാപിതാക്കളും തമ്മിൽ ചാൻസ് കൂടുതലാണ്. ശ്രദ്ധിക്കുക, ഒരു ഭവനത്തിൻ്റെ അകത്ത് സഹോദരങ്ങൾ തമ്മിൽ വെറുപ്പ് വയ്ക്കാൻ ഇട കൂടുതലാണ്. അച്ഛന്മാരോട്, സിസ്റ്റേഴ്സിനോട്, സഭയോട്, സഭാധികാരികളോട് വെറുപ്പുള്ളവർ, സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ കണ്ടിട്ട് സഭയെ വെറുത്തവർ എല്ലാം ആഴത്തിൽ അനുദപിക്കട്ടെ. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന ഈശോയുടെ ശബ്ദം കേൾക്കാൻ പ്രിയപ്പെട്ടവർ. ആർക്കും ആരെയും വിധിക്കാൻ അവകാശമില്ല. നാം എല്ലാം അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നിൽക്കുന്നവരല്ലേ. കർത്താവേ, എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നോട് കരുണ കാണിച്ച് എൻ്റെ പാപം ക്ഷമിച്ചുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് തന്നെ 4 മണിക്ക് മുൻപായി അവിടെ നിന്ന് എനിക്കൊരു ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരുന്നതിന് മുൻപേ ഞാനത് കേൾക്കും. ആ വചനം ഇവിടെ സംഭവിക്കട്ടെ. അപ്പാ പിതാവേ, സ്വർഗസ്ഥനായ പിതാവേ, കരുണയായ പിതാവേ, അത്ഭുതം പ്രവർത്തിക്കുന്ന പിതാവേ, ചെങ്കടലിനെ 2ആയി പിളർന്ന പിതാവേ, ജെറിക്കോ കോട്ടയെ തകർത്ത പിതാവേ, സിംഹത്തിന്റെ വായടച്ച പിതാവേ, അഗ്നിയുടെ മധ്യത്തിൽ 4ാമനായി ശദ്രാക്കിനോടും മെഷാക്കിനോടും അബദ്നെഗോയോടുമൊപ്പം നടന്ന പിതാവേ, കർത്താവായ യേശുവേ, പരിശുദ്ധാത്മാവേ, സകലരെയും ആത്മാവിൽ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ അനോയിന്റിംഗ് നിറയട്ടെ, വരദാന ഫലങ്ങൾ നിറയട്ടെ, ഭാഷാവരങ്ങൾ, പ്രവചനവരങ്ങൾ, രോഗശാന്തി വരങ്ങൾ, വചനവ്യാഖ്യാന വരങ്ങൾ, കൗൺസിലിംഗ് വരങ്ങൾ, വചനപ്രഘോഷണ വരങ്ങൾ, വർഷിപ്പ് നയിക്കാനുള്ള വരങ്ങൾ, അത്ഭുതം പ്രവർത്തിക്കാനുള്ള വരങ്ങൾ, രോഗശാന്തി വരങ്ങൾ, കർത്താവേ, ദൈവിക രഹസ്യങ്ങൾ അറിയാനുള്ള വരങ്ങൾ, പ്രാർത്ഥനാ വരങ്ങൾ നിറയട്ടെ, ഫലങ്ങൾ നിറയട്ടെ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നീ പുണ്യങ്ങൾ നിറയട്ടെ. ദൈവഭയം, ദൈവഭക്തി, അറിവ്, ബുദ്ധി, ആലോചന നിറയട്ടെ. ദൈവഭയത്തിന്റെ, ദൈവഭക്തിയുടെ ആത്മാവ് നിറയട്ടെ. അറിവിന്റെ, ബുദ്ധിയുടെ ആത്മാവ് നിറയട്ടെ. സകലരും പ്രകാശിക്കട്ടെ. സകല ഹൃദയവും മുഖങ്ങളും പ്രകാശിക്കട്ടെ. ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ ഫയർ വന്ന് നിറയട്ടെ. അനോയിറ്റിംഗ് വന്ന് നിറയട്ടെ. അനോയിറ്റിംഗ് വന്ന് നിറയട്ടെ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റ വീശണമേ, ഇവിടെ കാറ്റ വീശണമേ. ഓ അഗ്നി അഭിഷേകം, anointing, oh fire anointing, oh fire anointing, oh fire anointing, കാറ്റായി വീശണമേ, glory കാറ്റായി വീശണമേ. മഹത്വമേ, 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 നിറയണേ, നിറയണേ. ഓരോ മകനും മകളും നിറയപ്പെടട്ടെ. ആത്മാവേ, ആത്മാവേ, ആത്മാവേ. നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹം നിറയട്ടെ. നഷ്ടപ്പെട്ടു പോയ അഭിഷേകം നിറയട്ടെ. നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ചൈതന്യം നിറയട്ടെ. തീ നിറയട്ടെ, നിറയട്ടെ. ഓ അഗ്നി അഭിഷേകമേ, ജീവജല നദിയേ, ജീവജല നദിയേ, അടിയാരിൽ ഒഴുകേണമേ. എന്നിൽ നിന്നും ഇവരിലേക്കും അളവില്ലാതൊഴുകേണമേ. ജീവജല നദിയേ, ജീവജല നദിയേ, അടിയരിൽ ഒഴുകേണമേ. എന്നിൽ നിന്നും ഇവരിലേക്കും അളവില്ലാതൊഴുകേണമേ.
ആത്മാവിൻ അഭിഷേകം നിറഞ്ഞിടുവാൻ, ആത്മവരങ്ങളാൽ ജ്വലിച്ചിടുവാൻ, ആത്മാവിൻ അഭിഷേകം നിറഞ്ഞിടുവാൻ, ആത്മവരങ്ങളാൽ ജ്വലിച്ചിടുവാൻ, എന്നിൽ നിന്നും ഇവരിലേക്കും അളവില്ലാതൊഴുകേണമേ. ഓ എന്നിൽ നിന്നും ഇവരിലേക്കും അളവില്ലാതൊഴുകേണമേ. ജീവജല നദിയേ, ജീവജല നദിയേ, അടിയരിൽ ഒഴുകേണമേ. എന്നിൽ നിന്നും ഇവരിലേക്കും അളവില്ല ഒഴുകേണമേ. പാപത്തിൻ ശക്തിയെ കെടുത്തിടുവാൻ, വിശുദ്ധിയാൽ ഞങ്ങൾ നിറഞ്ഞിടുവാൻ, എന്നിൽ നിന്നും ഇവരിലേക്കും അളവില്ലാതൊഴുകേണമേ. എന്നിൽ നിന്നും ഇവരിലേക്കും അളവില്ലാതൊഴുകേണമേ. ജീവജല നദിയേ. കർത്താവേ, ദൂരെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വരാത്ത മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഈ ഹോളിൽ നിൽക്കുന്ന നിങ്ങൾ, ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന നിങ്ങൾ, ഈ ഹോളിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ള എല്ലാവരെയും ഒന്ന് കർത്താവിന് സമർപ്പിക്കാമോ? 2 or 3 പേർ ഐക്യപ്പെട്ട് ചോദിക്കുന്ന എന്ത് കാര്യവും ഈശോ സാധിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സഭയായിട്ട് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ ശക്തി വെളിപ്പെടട്ടെ. നമ്മൾ വലതുകരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ബാക്കി എല്ലാവർക്കും വേണ്ടിയാണ്. ഈ സമയത്ത് ഓർക്കുക, ആയിരക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന ഇപ്പോൾ നിങ്ങൾക്കും കിട്ടുകയാണ്. നമുക്ക് വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ കൃപ വർഷിക്കണമേ. വലിയ വിടുതലുകൾ സംഭവിക്കണമേ. വലിയ അത്ഭുതങ്ങൾ ചെയ്യണമേ. വലിയ രോഗശാന്തികൾ ചെയ്യണമേ. എല്ലാ കണ്ണുനീരും തുടയ്ക്കണമേ. എല്ലാ തകർച്ചകളും മാറ്റണമേ. എല്ലാ ശാപങ്ങളെയും നീക്കണമേ. അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. 2 കരവും ഉയർത്തി വിളിച്ച മക്കളെ, യേശുവേ, പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അത് യേശുവെന്ന് വിളിച്ച യേശുവേ, അത്ഭുതം പിടിച്ചു വാങ്ങിക്കുക. ബലവാന്മാർ സ്വർഗരാജ്യം പിടിച്ചെടുക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തുന്നു. ഗ്ലോറി 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 ഗ്ലോറി. കർത്താവേ, കണ്ണുനീര് തുടയ്ക്കണമേ. വലിയ അത്ഭുതങ്ങൾ ഈ മണിക്കൂറിൽ ഇപ്പോൾ ഇവിടെ നടക്കട്ടെ. കർത്താവേ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തോമസ് മോളി പ്രാർത്ഥനകൾ കേൾക്കുന്നു. കർത്താവിന്റെ അത്ഭുതം ഇറങ്ങി വരുന്നു. ജോർജ് ചെറിയാൻ പ്രാർത്ഥനകൾ കേൾക്കുന്നു. കർത്താവിന്റെ മറുപടി ഇറങ്ങി വരുന്നു. മേരിക്കുട്ടി മോളി പ്രാർത്ഥനകൾ കേൾക്കുന്നു. കർത്താവിന്റെ മറുപടി ഇറങ്ങി വരുന്നു. ഗ്ലോറി 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 ഗ്ലോറി. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ഫലങ്ങൾ ആവശ്യമില്ല. കർത്താവേ, നീ അറിയുന്നു. അവിടുത്തെ ഫലങ്ങൾ ആവശ്യമില്ല. കർത്താവേ, നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ,
പകർന്നിടണേ. യോടേ യോടേ ആദ്യ നൂറ്റാണ്ടിൽ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്നും ആത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്നും ആത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ഓ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിനോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തി ജയിച്ചിടുവാൻ. ലോകത്തിനോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തി ജയിച്ചിടുവാൻ. ധീരതയോടെ സേവ ചെയ്യാൻ അധിക ബലം തരണേ. ധീരതയോടെ സേവ ചെയ്യാൻ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. വരങ്ങളും കൃപകളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. മഴയെ വീണ്ടും അയക്കണമേ ജനമുണർന്നിടുവാൻ. ഓ മഴയെ വീണ്ടും അയക്കണമേ ജനം ഉണർന്നിടുവാൻ. ഇംഗ്ലണ്ട് ഉണർന്നിടട്ടെ. ഈ ദേശം ഉണർന്നിടട്ടെ. UK ഉണർന്നിടട്ടെ. ജനമെല്ലാം ജ്വലിച്ചിടട്ടെ. ലോകമെല്ലാം ഉണർന്നിടട്ടെ. ദൈവജനം ഉണർന്നിടട്ടെ. ജനമെല്ലാം ഉണർന്നിടട്ടെ. ദൈവജനം ജ്വലിച്ചിടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കാം, ശാന്തമായിട്ടിരിക്കാം. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് അവിടുത്തെ സ്നേഹം എത്ര വലുതാണ്. ആ സ്നേഹം ഇന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്തും, എളിമയുള്ളവരാക്കി മാറ്റും, എല്ലാവരോടും ക്ഷമിക്കാൻ കൃപ തരും, സ്വാർത്ഥതയില്ലാത്തവരാക്കി മാറ്റും, വെറുപ്പില്ലാത്തവരാക്കി മാറ്റും. നമ്മെ കൊണ്ട് സാധിക്കാത്ത കാര്യം ദൈവം ചെയ്തു തരും. നിന്റെ കല്ല് പോലെയുള്ള ഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകാമെന്ന് പറഞ്ഞില്ലേ? അനേക വർഷങ്ങളായി ഒരേ പാപം കുമ്പസാരിച്ച് മനസ്സ് മടുത്തു പോകുന്ന നമുക്ക് പ്രത്യാശയായി ഈശോ കടന്നു വരികയാണ്. നമ്മുടെ ഹൃദയം കർത്താവ് എടുത്തു മാറ്റട്ടെ. ഒരു സ്പിരിച്വൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കട്ടെ. സ്വർഗത്തിന്റെ ഹൃദയം, മാംസള ഹൃദയം, പാപം ചെയ്യാത്ത ഹൃദയം നമുക്ക് ലഭിക്കട്ടെ. അവിടുത്തെ എസെക്കിയേൽ 36:26 മാംസം ധരിക്കട്ടെ. കല്ലുപോലുള്ള ഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം തരട്ടെ. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം.
എന്നുയിരേക്കാൾ അരികിൽ നീ ഇന്നുമെന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ ഇന്നുമെന്നും വേണം. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് ഇപ്പോഴും പ്രിയത്തോഴനായി. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് ഇപ്പോഴും പ്രിയത്തോഴനായി. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എൻ പ്രാണനേക്കാൾ സ്നേഹിക്കുന്നു എന്നുമെന്നും ഈശോ. എന്റെ ഈശോയേ, എന്റെ ഈശോയേ, എന്റെ ഈശോയേ, ഈശോയേ വരണേ. എന്റെ ആബായേ, എന്റെ ആബായേ, എന്റെ ആബായേ, ആബായേ വരണേ. എന്റെ റൂഹായേ, എന്റെ റൂഹായേ, എന്റെ റൂഹായേ, റൂഹായേ വരണേ. ദയനീയമായിട്ട് പരാജയപ്പെട്ട ശിഷ്യന്മാരുടെ മേൽ മാളിക മുറിയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവി ബഥേൽ ഓഡിറ്റോറിയത്തിന്റെ എല്ലാ ഭാഗത്തും അഗ്നിനാളങ്ങളായി വന്ന് നിറയുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ദൈവം മാറ്റിമറിക്കുകയാണ്. പ്രഭാതത്തിൽ എഴുന്നേൽക്കാൻ കൃപ തരികയാണ്. എപ്പോഴും പ്രാർത്ഥിക്കാൻ അനേകർക്ക് ദൈവം കൃപ തരികയാണ്. വചനത്തെ സ്നേഹിക്കാൻ കൃപ തരികയാണ്. വിശുദ്ധ ജീവിതം കൊതിക്കാൻ കൃപ തരികയാണ്. ക്ഷമിക്കാൻ കൃപ തരികയാണ്. എളിമപ്പെടാൻ കൃപ തരികയാണ്. സ്നേഹം കൊണ്ട് നിറയ്ക്കുകയാണ്. അനേക നാളുകളായി മങ്ങിക്കിടക്കുന്ന ആത്മാവിന്റെ തിരി പരിശുദ്ധാത്മാവ് അനേകരിൽ ആളി കത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ട് കരം ഉയർത്തി വിളിച്ചേ മക്കളെ, യേശുവേ, യേശുവേ. ഇന്നെന്നെ വെറും കൈയോടെ പറഞ്ഞു വിടാതെ എന്നിൽ അഭിഷേകം പകരുന്ന യേശുവേ നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ, യേശുവേ. ഇത്ര നല്ലവനാ പ്രിയനേ, ഈ ധരയിൽ രുചിച്ചറിവാൻ ഇത്ര നല്ലവനാ പ്രിയനേ, ഈ ധരയിൽ രുചിച്ചറിയാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയായി. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയായി. എന്റെ സങ്കടത്തിന്റെ വേളകളിൽ എന്നെ കൈവിടാതെ കർത്താവ് നടത്തുകയാണ്. ദൈവത്തിന്റെ വഴികൾ നിഗൂഢമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതല്ല നിങ്ങൾ കാണാൻ പോകുന്നത്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കർത്താവ് നിങ്ങളെ നടത്തിക്കൊണ്ട് പോവുകയാണ്. നിങ്ങൾ അപ്പുറം കടക്കാൻ സമയമായി. ഒരു ട്രെയിൻ തുരങ്കത്തിലൂടെ പോകുമ്പോൾ ഇരുട്ടാണ്, എന്നാൽ അല്പസമയം കഴിയുമ്പോൾ വെളിച്ചമായി. നിങ്ങളുടെ തുരങ്കം അവസാനിക്കാറായി. കർത്താവ് കടന്നു വരികയാണ്. ഇരുൾ മൂടിയ പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ
ഇരുൾ മൂടിയ പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലൊരുവൻ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലൊരുവൻ എന്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എത്ര പേർക്ക് പറയാൻ സാധിക്കും, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എൻ്റെ കർത്താവാണ് എന്നെ കൈപിടിച്ച് നടത്തിയത്. ഞാൻ തകർന്നു പോകേണ്ടതായിരുന്നു, തളർന്നു പോകേണ്ടതായിരുന്നു. എൻ്റെ കർത്താവ് എൻ്റെ വഴി നടത്തി. ഈ ബഥേലിലെ സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷകളിൽ എന്നെ ബലപ്പെടുത്തി. എല്ലാ മാസത്തിലും എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. എല്ലാ ശുശ്രൂഷകരെ ഓർത്തും ഇവിടെ ശുശ്രൂഷ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട ഷൈജു അച്ഛനെ ഓർത്ത്, ടീം അംഗങ്ങളെ ഓർത്ത്, സോജി അച്ഛനെ ഓർത്ത്, വട്ടായിലച്ഛനെ ഓർത്ത്, എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. സാംസൺ അച്ഛനെ ഓർക്കുന്നു. ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഓർക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹോളിലൂടെ സഞ്ചരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നയിക്കുന്ന പോലെ ഞാൻ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് നോളജ് തരുന്നതിനേക്കാൾ പരിശുദ്ധാത്മാവ് ഇന്ന് അഭിഷേകം കൊണ്ട് നിറച്ച ദിവസമാണ്. അറിവിനേക്കാൾ അഭിഷേകത്തെ ഇന്നത്തെ ദിവസം ദൈവം നിങ്ങളിൽ നിറയ്ക്കുകയാണ്. കൽപാത്രങ്ങളിലെല്ലാം അഭിഷേകം നിറയുകയാണ്, ജീവജലം നിറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ജലം നിറയുകയാണ്. രണ്ട് കരവും ഉയർത്തി വിളിച്ച മക്കളെ, യേശുവേ യേശുവേ, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം തിരികെ തരുന്നത്, ആ ചൈതന്യം, ആ പ്രകാശം, ആ ഉണർവ്, ആ ജീവൻ എനിക്ക് തിരികെ തരുന്നതിന് നന്ദി കർത്താവേ. വിശുദ്ധി തിരികെ തരുന്നതിന് നന്ദി. ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ അവന് കൊടുത്ത മോതിരം, അഭിഷേകത്തിന്റെ മോതിരം എനിക്ക് ഇട്ടു തന്നതിന് നന്ദി നന്ദി. വലതുകരം ഉയർത്തിപ്പിടിച്ച് അതിൽ അഭിഷേകത്തിന്റെ മോതിരം കിടപ്പുണ്ട്. വലതുകരം ഉയർത്തിപ്പിടിച്ച് അതിൽ അഭിഷേകത്തിന്റെ മോതിരം ഇട്ടിട്ടുണ്ട്. യേശുവേ എന്ന് വിളിച്ച മക്കളെ, യേശുവേ, അഭിഷേകത്തിന്റെ മോതിരം ഇട്ടിട്ടുണ്ട്, ചെരുപ്പിടിച്ചിട്ടുണ്ട്. സുവിശേഷത്തിന്റെ ഒരുക്കമാകുന്ന ചെരുപ്പ്, വിശുദ്ധിയുടെ വെള്ള വസ്ത്രം ഫ്രീ ആയിട്ട് ഇട്ടു തന്നിട്ടുണ്ട്. വിശുദ്ധിയുടെ വെള്ള വസ്ത്രം ഇട്ടു തന്നു. അതാ കൊഴുത്താട്ടിൻകുട്ടിയെ കൊന്നു, അല്ല വിശുദ്ധ കുർബാനയിലൂടെ പുത്രനെ നമുക്ക് തന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വേദനിപ്പിച്ച എല്ലാവരോടും ക്ഷമിക്കുക, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക, ശത്രുക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വലിയ ബ്ലെസ്സിങ്സിലേക്ക് കടക്കാനുള്ള താക്കോലാണ്. നിരുപാധിക ക്ഷമിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കണമേ. അവർ ചെയ്യുന്നെന്തെന്ന് അറിയുന്നില്ല. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുക. പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ തങ്കപ്രാവേ, നിറയുക നിറയുക. രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികളുടെ അടുത്ത് ചെല്ലുക, അവരങ്ങയുടെ സാന്നിധ്യം അറിയട്ടെ. പരിശുദ്ധാത്മാവ് അങ്ങ് തൊടുന്നത് അവരറിയട്ടെ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, precious, 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 precious Holy Spirit, touch, precious Holy Spirit. ആത്മാവേ, നിറഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞു. ആദ്യത്തെ ധ്യാനം കൂടി അനുഭവത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക. ആ വലിയ സ്നേഹം, പ്രാർത്ഥനയ്ക്കുള്ള കൊതി, പെട്ടെന്ന് ക്ഷമിക്കുന്നു, വചനത്തിന് കൊതി, വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ കൊതി, എല്ലാത്തിനോടും ആത്മീയ കാര്യങ്ങളോടും കൊതി, സ്നേഹം നിറഞ്ഞ് ആദ്യ അവസ്ഥ മടക്കി കൊടുക്കണേ. പരിശുദ്ധാത്മാവേ, 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 നന്ദി. What can we give you a billion thanks, Holy Spirit? We give you all the glory and honor and praise. We will never touch your glory.
You are the most holy one, the true God, Yahweh, our wonderful Savior. We praise you, we love you, we thank you. ജീവിതകാലം മുഴുവൻ അങ്ങേ സ്നേഹിച്ച് അങ്ങ് തിരികെ വിളിക്കുമ്പോൾ മടങ്ങിപ്പോകാൻ, സ്നേഹിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ കണ്ണടയ്ക്കുവാൻ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് സ്വർഗത്തിലേക്ക് വരാൻ, ഞങ്ങളെ വിട്ട് പരിശുദ്ധാത്മാവ് പോകാത്തത് എന്താന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ആത്മാവിനെ സാത്താന് വിട്ടുകൊടുക്കാതെ ഞങ്ങളുടെ ആത്മാവിനെ പിതാവിന്റെ പക്കൽ എത്തിക്കാനാണ് പരിശുദ്ധാത്മാവ് ഞങ്ങളെ വിട്ടു പോകാതെ കൂടെ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് ഞങ്ങളെയും കൊണ്ട് പോകും. ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. വേർതിരിക്കപ്പെട്ട ജീവിതം തരണമേ. അശുദ്ധിയെ വെറുത്ത് വിശുദ്ധിയെ സ്നേഹിക്കാൻ കൃപ തരണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട്. നമുക്ക് ഒരുമിച്ച് ഈശോ വേദനയുടെ അടിക്ക് തന്ന മുള്ളുകളുടെ ഇടയിലെ ഈ റോസാ പുഷ്പത്തെ പരിശുദ്ധ അമ്മയെ നമുക്ക് സ്നേഹത്തോടെ വിളിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ട. ഒരുമിച്ച് പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അടുത്തിരിക്കുന്ന രണ്ടുപേരുടെ കൈക്ക് പിടിച്ചു പറ, ദൈവം ഒരു പുതിയ അഭിഷേകം തന്നിരിക്കുന്നു, കളയരുത് എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് പറയണം കേട്ടോ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.